Good evening all. KCTU എറണാകുളം ഉറവ് വെബിനാർ 75ാം എപ്പിസോഡ് പിന്നിടുകയാണ്. 74ാമത്തെ എപ്പിസോഡ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 75ാമത്തെ എപ്പിസോഡാണ്. ഏറെ പ്രശംസനീയമാണ്. അതിന് ഏറ്റവും കടപ്പാട് അറിയിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ജോസഫ് സാർ നയിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയാണ്. ഈ അവസരത്തിൽ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ പ്രോഗ്രാം. ആദ്യം ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വെൽക്കം സ്പീച്ചിനായി ഫാസിൽ സാറിനെ, ജനറൽ സെക്രട്ടറി KCTU എറണാകുളം ജനറൽ സെക്രട്ടറി ഫാസിൽ സാറിനെ ക്ഷണിക്കാം. ഫാസിൽ സാർ ഉണ്ടോ? ഫാസിൽ ജോയിൻ ചെയ്യും. ഒരു കാര്യം ചെയ്യും. ഈ അവസരത്തിൽ വെൽക്കം സ്പീച്ചിനായി പോൾ പടിയാട്ടി സാറിനെ ക്ഷണിക്കുന്നു. നമ്മൾ കാത്തിരുന്ന ഈ 75ാം എപ്പിസോഡ് ഏറ്റവും മനോഹരമാക്കുവാൻ നമ്മളുടെ ശ്രമങ്ങൾ വിജയകരമായെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഈ മീറ്റിംഗിലേക്ക് ഏറ്റവും ആദ്യം സ്വാഗതം അറിയിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ PV ജോസഫ് സാറാണ്. നമ്മുടെ സ്റ്റേറ്റ് ചെയർമാൻ ഡോക്ടർ ബെഞ്ചമിൻ ഈശോ സാറിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള മേരി മെറ്റിന മാഡത്തിനെ വളരെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാഡത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവർ തരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ മാഡത്തിൻ്റെ യൂട്യൂബ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അരുൺ ജോസ് സാറിന് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. മീറ്റിങ്ങിന്റെ അടുത്ത ചടങ്ങിലേക്ക് പ്രവേശിക്കാം. ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും KCTUവിന്റെ പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം ടു അവർ 75 വെബിനാർ. താങ്ക് യു പോൾ സർ. ഇനി അടുത്തത് ഏറെ കടപ്പാടോടെ ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയ ജോസഫ് സാറിനെ, KCTU എറണാകുളം പ്രസിഡന്റ്. പ്ലീസ് സർ. താങ്ക് യു രജിത. Respected State President of KCTU, Dr. Benjamin Isho sir, today's resource person Dr. Mary Matilda, our chief guest JC Arun Jose, KCTU Advisory Board Chairman Abubakar Melpramba, Ernakulam District Patron Dr. B. Jayaprakash sir, Vice Presidents Rajendra sir, Stephen sir, Ernakulam Jilla Secretary Fasil, Sahayatriya Coordinator State Coordinator Thasin Zakir, other leaders of KCTU, dear KCTU members, distinguished participants, good evening and welcome to the 75th webinar under Oravu series organized by Kerala Council Center Institute in Ernakulam district. Oravu webinar അതിന്റെ പേര് കേട്ടാൽ അറിയാമല്ലോ. ഉറവ് ഉറഞ്ഞു വരുന്നത് എന്നുള്ളതാണ്. റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ഓരോ മേഖലകളിൽ ഉറയുന്ന റിസോഴ്സ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന ലീച്ച് ഔട്ട് ചെയ്ത് വരുന്ന ആ ഇൻഫർമേഷനും സ്കിൽസും മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഉറവ്. ഇത് എറണാകുളം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കോവിഡ് സീസണിലാണ്. മറ്റൊന്നും ചെയ്യാനില്ല. ഓഫ്ലൈനായിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കാത്ത കാലത്ത് തമ്മിൽ കാണാനും ആശയവിനിമയത്തിനും അതുപോലെ സ്കില്ലും നോളജും ഒക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മാർഗം എന്താണെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് വെബിനാർ സീരീസ് ആരംഭിക്കാം എന്ന് കരുതുന്നത്. അപ്പോൾ കോവിഡ് സീസൺ ഇതുപോലെ പലരും തുടങ്ങിയിരുന്നു. പക്ഷെ അവരൊക്കെ കോവിഡ് കാലം കഴിഞ്ഞ് തിരക്കേറിയപ്പോൾ പല വെബിനാർ സീരീസുകളും അസ്തമിച്ചു പോയെങ്കിലും KCTU എറണാകുളം ജില്ല തുടങ്ങി വെച്ച വെബിനാർ ഇന്നും അങ്ങനെ കൂടുതൽ ശോഭിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 75ാമത്തെ വെബിനാറാണ്. നമ്പർ വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഇയർ ആയിട്ട് കൂട്ടുകയാണെങ്കിൽ 75th അല്ലേ, നമ്മള് പറയാം ഒരു ഡയമണ്ട് ജൂബിലി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചീഫ് ഗസ്റ്റിനെയും ഇത്തവണ വിളിച്ചിട്ടുണ്ട്.
ആശംസ അർപ്പിക്കാനായിട്ട് വ്യക്തികളെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അത് 75ന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ഈ പ്ലാറ്റ്ഫോമില് 2 തരത്തിലുള്ള ആൾക്കാർ ക്ലാസ് എടുക്കാറുണ്ട്. ഒന്ന് നമ്മുടെ KCTയിലെ തന്നെ അംഗങ്ങൾ, അവർക്ക് നിർബന്ധമായിട്ടും ഇടയ്ക്ക് ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. കാരണം അവർ പഠിക്കണമല്ലോ ഇതൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു പാർട്ടിസിപ്പൻസിനെ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ പുറത്തു നിന്നും നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സണെ നമ്മൾ ക്ഷണിച്ചു വരുത്തും. ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് മേരി മിറ്റൽ ടീച്ചറാണ്. അതുപോലെ ഒട്ടേറെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, അത് കൗൺസിലേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റുകൾ, ട്രെയിനേഴ്സ്, അങ്ങനെ പലരും, അങ്ങനെ 75 പേര് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോ അവർക്കെല്ലാം നമ്മളൊന്നും പൈസയെ കൊടുത്തിട്ടില്ല, നന്ദി വാക്കുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വളണ്ടറായിട്ട് വരുന്നുണ്ട് ആൾക്കാരെടുക്കാനായിട്ട്. അത് വലിയ കാര്യം തന്നെയാണ്. അവർക്കെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. റിസോഴ്സ് പേഴ്സൺസ് വന്നുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മളെ നിരാശപ്പെടുത്തിയാൽ എന്ത് ചെയ്യും? പാർട്ടിസിപ്പൻസ് വന്നില്ലെങ്കിൽ നിന്ന് പോകും. പക്ഷെ പാർട്ടിസിപ്പൻസ് നമുക്ക് ഒരിക്കലും കുറവുണ്ടായിട്ടില്ല. സ്ഥിരമായിട്ട് നമുക്ക് ആളുകൾ കയറുന്നുണ്ട്. ഒരു തവണ മുടങ്ങിപ്പോകുന്ന കണ്ടാൽ, എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്യൂസ്, ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചാൽ പറയും, ഇന്നെന്താ ബുധനാഴ്ച പരിപാടിയൊന്നും ഇല്ലേ, നിങ്ങളുടെ പോസ്റ്റർ ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വളരാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ ആ പാർട്ടിസിപ്പൻസിനും തുടർച്ചയായി പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് നമ്മൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് 2 പേരാണ് പുറത്തു നിന്നുള്ളത്. ഡോക്ടർ മേരി മേറ്റിൽഡ ടീച്ചർ, അതുപോലെ JC അരുൺ ജോസ്. ഈ 2 പേര് നമുക്ക് ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അരുൺ ജോസ് സാറിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ആളുണ്ട് ഇവിടെ. പക്ഷെ മെറ്റ് ടീച്ചറിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഞാൻ പ്രത്യേക കാര്യം നമ്മളാരും അറേഞ്ച് ചെയ്തിട്ടില്ല. അത് ഞാൻ തന്നെ പറയാമെന്ന് കരുതി. അരുൺ ജോസ് സാറ് ഞങ്ങളൊക്കെ JCക്കാരാണ്. ഞാൻ JCA വൈറ്റിലയുടെ ഫൗണ്ടർ പ്രസിഡന്റ്, ചാർട്ടർ പ്രസിഡന്റ്. അരുൺ ജോസ് സാറ് അതിന്റെ സോൺ പ്രസിഡന്റ്. സോൺ എന്ന് പറയുമ്പോൾ 3 ജില്ലകളുണ്ട്, ഇടുക്കി, എറണാകുളം, അതുപോലെ തൃശ്ശൂര്. 3 ജില്ലകളിലും JCIക്ക് വളരെയധികം വേരോട്ടമുള്ള ജില്ലകളാണ്. ഒട്ടേറെ ചാപ്റ്ററുണ്ട്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അതുപോലത്തെ ഒരു സോണിന്റെ നായകനാവുക എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും തന്മയത്വമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. കഴിവുള്ളവർ മാത്രമാണ് സോൺ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത് ഇന്നുവരെ. അപ്പൊ ആ രംഗത്തേക്ക് ഉയർന്ന അരുൺ ജോസ് സാറിനെ ഇവിടെ പരിചയപ്പെടുത്താനുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക്. അദ്ദേഹം നല്ലൊരു ട്രെയിനറാണ്. അതേപറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പ്രസാദ് സാർ നന്നായിട്ട് പറഞ്ഞോളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മേരി മിറ്റൽ ടീച്ചർ മഹാരാജ് കോളേജിൽ മാത്സ് ടീച്ചറായിരുന്നു. ഞാൻ കെമിസ്ട്രി അധ്യാപകനായിരുന്നു. എന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള ടീച്ചറാണ്. ടീച്ചർ പിന്നീട് പ്രിൻസിപ്പലായിട്ട് പല മറ്റേ ചെറിയ കോളേജിലൊക്കെ പോയി അവസാനം സ്പെഷ്യൽ ഗ്രേഡ് പ്രിൻസിപ്പലായിട്ട് മഹാരാജ് കോളേജിലേക്ക് എത്തി. മഹാരാജ് കോളേജിലേക്ക് പ്രിൻസിപ്പലായിട്ട് എത്തുമ്പോൾ സാധാരണ ഇതിൽ പ്രിൻസിപ്പലിനെ വന്നു കഴിഞ്ഞാൽ വട്ടുപിടിച്ചു പോകും. അങ്ങനത്തെ ഒരു കോളേജാണ്. എന്താ പറയാ, പഠിപ്പിക്കുക എന്നുള്ളത് അവിടെ സെക്കൻഡറി ആണ്. പൊളിറ്റിക്സും കമ്മ്യൂണലിസവും അങ്ങനെ പല പല താല്പര്യക്കാരും അവിടെ ഉള്ളത്. എല്ലാവരും വാഴസ്ഥാനക്ക് വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ ഈ ഒരു കോളേജാണത്. ആ കോളേജ് എപ്പോഴും പേപ്പറിലൊക്കെ വരുന്ന കാണുന്നതല്ലോ. പക്ഷെ അവിടെ ടീച്ചർ വന്ന് ആ ടീച്ചറിന്റെ പുഞ്ചിരിക്കുന്ന മുഖമാണ്. കാര്യങ്ങൾ പറയുമ്പോഴും സീരിയസ് ആയി പറയുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരിടും. ഇരുത്തേണ്ടത് ഇരുത്താനും ഉയർത്തേണ്ടത് ഉയർത്താനും അറിയാം. നല്ലൊരു ടീം ഉണ്ടാക്കിയെടുത്തു. ഒരു പ്രശ്നവും കൂടാതെ കോളേജ് നന്നായിട്ട് അത് നടത്തിക്കൊണ്ടുപോയി എന്നല്ല, വളരെ നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ആ പീരീഡിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവര് മഹാരാഷ്ട്രയിൽ വന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ആ കോളേജ് മറ്റ് പ്രൈവറ്റ് കോളേജുകൾ നടത്തിക്കൊണ്ടുപോകുന്ന പോലെയല്ല ഗവൺമെന്റ് കോളേജുകൾ, പ്രത്യേകിച്ച് മഹാരാജ് കോളേജുകൾ. അത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് അവിടെയുള്ള അധ്യാപകരും അനധ്യാപകരും അതിലേറെ വിദ്യാർത്ഥികളും. അപ്പൊ ആ കോളേജ് നന്നായി, അപ്പൊ ഈ പറയാൻ മാത്രമുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ അത് പ്രവർത്തിയിൽ കാണിക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു ട്രെയിനറാണ് മേരി മിറ്റൽ ടീച്ചർ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ടീച്ചർ ട്രെയിനർ മാത്രമല്ല, നല്ലൊരു പ്രാസംഗികയാണ്. ട്രെയിനർ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാസംഗിക എന്ന നിലയ്ക്ക്, ഒരു ഒറേറ്റർ എന്ന നിലയ്ക്ക് പ്രശസ്തിയായിരുന്നു ടീച്ചർ. അതൊരു ജന്മനാ ഉള്ള ഒരു വാസന തന്നെയാണ്. താൻ പഠിക്കുന്ന കാലം മുതലേ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നല്ല പ്രസംഗിക്കുമായിരുന്നു. പിന്നീട് ടീച്ചർക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയത് കാനഡയിലെ ആ ഇൻഡോ കാനഡ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ കാനഡയിൽ പോകാനും ട്രെയിനേഴ്സ് ട്രെയിനർ ആവാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതും അതിലൂടെ ടീച്ചർ വലിയൊരു കുതിച്ചാട്ടം തന്നെ നടത്തുക ട്രെയിനിങ് രംഗത്ത്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ട്രെയിനറാണ്. വളരെ തിരക്കുള്ള ഒരു ട്രെയിനറാണ് ടീച്ചർ. ആയിരക്കണക്കിന്, എത്രയുണ്ടെന്ന് ടീച്ചർക്ക് തന്നെ അറിയാൻ പറ്റില്ല, അത്രയേറെ ക്ലാസ്സുകൾ ടീച്ചർ എടുത്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്താണ് ടീച്ചർ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ 2.5 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു.
2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയേറെ ഫാൻസ് ടീച്ചർക്കുണ്ട്. അത്രയും നല്ല യൂട്യൂബാണ്. മുടങ്ങാതെ അത് ഈ തിരക്കിനിടയിലും വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്ത് യഥാസമയം പോസ്റ്റ് ചെയ്യാനും ടീച്ചർക്ക് സമയം കണ്ടെത്തുന്നുണ്ട്. ടൈം മാനേജ്മെന്റ് ടീച്ചറിന് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം. ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ടീം ബിൽഡിംഗ്, ഇതൊക്കെ ജീവിതത്തിലും പ്രവൃത്തിയിലും കാണിക്കുകയും അത് നന്നായിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന ടീച്ചറാണ്. IMG, അതുപോലെ BPCL, കൊച്ചിൻ റിഫൈനറി, അതുപോലെ ഹിന്ദുസ്ഥാൻ ലീവേഴ്സ്, ഷിപ്പ്യാർഡ് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പാനലിലുള്ള ട്രെയിനറാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ ടീച്ചറുടെ ഡിഗ്രി പറ്റി പറയുന്നത് മാത്സ് അധ്യാപിക നിലയ്ക്ക് MSc മാത്സ് ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. പിന്നെ MEd ഉണ്ട്, അപ്ലൈഡ് സൈക്കോളജി, അത് MSc ഉണ്ട്, MBA PhD ഉണ്ട്. സബ്ജക്റ്റ് പറഞ്ഞാൽ വിമൻ സ്റ്റഡീസ് ആണ്. വിമൻ സ്റ്റഡീസ് LLBയും എടുത്തിട്ടുണ്ട്. ഇനി വേറെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഒട്ടേറെ ഡിഗ്രി ടീച്ചർക്ക് പേരിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോ എല്ലാ വർഷവും വനിതാ ദിനം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ ക്യാമറ നടക്കുകയാണല്ലേ. പലരും വനിതാ ദിന ആഘോഷങ്ങള് ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ടീച്ചർ വിളിച്ചു ചോദിച്ചിട്ടാണ്. കല്യാണത്തിനൊക്കെ ഓഡിറ്റോറിയം വഴിയുണ്ടോ എന്ന് നോക്കിയിട്ട് കല്യാണ ഡേറ്റ് തീരുമാനിക്കുന്ന പോലെയാണ്. ടീച്ചറുടെ ഡേറ്റ് നോക്കിയിട്ടാണ് വനിതാ ദിനാഘോഷങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നീണ്ടുപോകും. അപ്പൊ ആ രംഗത്ത് ഇത്രയും ഒരു മാസ്റ്റർ ആണെന്ന് പറയാം. വളരെയധികം ഡീപ്പായിട്ടുള്ള അറിവും കഴിവും സ്വന്തം ജീവിതത്തിലും വീട്ടിലും അത് അനുഭവിക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ്. സ്വാതന്ത്ര്യം, വനിതാ സ്വാതന്ത്ര്യം അതാർക്കും അടിയറവ് വെക്കാറില്ല. നല്ലൊരു ഫാമിലിയാണ് ടീച്ചറുടെ. ഞാൻ എൻ്റെ അയൽവാസി തന്നെയാണ്, കുണ്ടന്നൂരാണ് വീട്. ടീച്ചറുടെ ഒരു പുസ്തകമുണ്ട്, ജീവിതം പഠിപ്പിച്ച വിജയ മന്ത്രങ്ങൾ എന്ന് പറയും. സ്വന്തം ജീവിതത്തിലൂടെ തന്നെ കിട്ടിയ അതെല്ലാം കൂടി ചേർത്ത് കൺസോൾട്ടേറ്റ് എഴുതിയ ഒരു നല്ലൊരു മോട്ടിവേഷണൽ ബുക്കാണ്. അത് 2 എഡിഷൻ കഴിഞ്ഞ് 3ആയും തോന്നുന്നു. ഞാൻ ചോദിച്ചില്ല, അത് ടീച്ചർ പറഞ്ഞോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചറുടെ യൂട്യൂബിന്റെ പേര് സ്റ്റേ ഇൻസ്പയർഡ് എന്നാണ്. സ്റ്റേ ഇൻസ്പയർഡ്, അത് മെറ്റീരിയൽ അടിച്ചാലും അത് കാണാൻ കഴിയും. ഉടനെ വരും. അത്രയ്ക്കും വളരെയധികം പേര് കാണുന്ന വ്യൂവർഷിപ്പ് ഉള്ള ചാനലാണത്. ടീച്ചറിന്റെ ഒരു പേപ്പർ ഉണ്ട് വളരെ ഇന്റർനാഷണൽ, സ്ട്രാറ്റജീസ് ഫോർ അറ്റൈനിങ് ജെൻഡർ ഇക്വാളിറ്റി. ഈ പേപ്പർ ടീച്ചർ പ്രസന്റ് ചെയ്തത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് അപ്ലൈഡ് സൈക്കോളജിസ്റ്റുകളുടെ ഇന്റർനാഷണൽ കോൺഗ്രസ്, 3rd ഇന്റർനാഷണൽ കോൺഗ്രസ് വെച്ചിട്ടാണ്. വളരെയധികം പേപ്പർ ഒന്ന് പ്രസന്റ് ചെയ്തു. അതിൽ ടീച്ചറുടെ പേപ്പറാണ് ബെസ്റ്റ് പേപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്നത്തെ ഒരു സീനിയർ ടീച്ചർ എന്ന നിലയ്ക്ക് ടീച്ചറെ സൈക്കോളജി മാത്രമല്ല HR ട്രെയിൻ എല്ലാ രംഗത്തും അറിവുള്ള നല്ല വായനയും കൂടിയുള്ള ടീച്ചറാണ്. ടീച്ചറിന്റെ ടോപ്പിക് അറിയാലോ, മൈൻഡ് പവർ ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, കോറിലേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ ഉപയോഗപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങൾ നന്നായിട്ട് ടീച്ചർ എടുക്കും. ടീച്ചർ ഞാൻ കൂടുതലായിട്ടൊന്നും ഇനി പറയേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. നമുക്കത് കേൾക്കാം. അതിന് മുമ്പ് ഒരു ഫോമൽ ഇനോഗ്രേഷൻ ഉണ്ട്, ചീഫ് ഗസ്റ്റിന്റെ ടോക്ക് ഉണ്ട്. അതിനായിട്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. വെൽക്കം സ്പീച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓവർ ടു MC രഞ്ജിത. താങ്ക് യു സോ മച്ച്. വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. മാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു. വളരെ നന്ദി. ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യാണ്. അതിനു മുന്നോടിയായി സോൺ പ്രസിഡന്റ് JC അരുൺ ജോസ് സാറിനെ അവർ ചീഫ് ഗസ്റ്റ് വെൽക്കം ചെയ്യാനായി വൈസ് പ്രസിഡന്റ്, എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റായ MK പ്രസാദ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു രഞ്ജിത മാം. ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ PV ജോസഫ് സാർ, ട്രഷറർ പോൾ പടയാട്ടി സാർ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥയായിരുന്ന എന്നെ മാത്സ് വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ച 10ാം ക്ലാസ് വരെയും വളരെ വിഷമത്തോടു കൂടി പേടിയോടെ കണ്ടിരുന്ന ടീച്ചർമാരെ അടക്കമുണ്ട്. പേടിയോടെ കണ്ടിരുന്ന മാത്തമാറ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്ന മേരി മെറ്റൽഡ ടീച്ചർ, അതുപോലെ തന്നെ ഇവിടെ ഡോക്ടർ ബെഞ്ചമിൻ ഈശ്വർ സാറുണ്ട്, സ്റ്റേറ്റ് പ്രസിഡന്റ്, അരുൺ ജോസ് സാറുണ്ട്, ഇവിടുത്തെ ചീഫ് ഗസ്റ്റ്, രഞ്ജിത മാം ഉണ്ട്, VK രാജേന്ദ്ര സാറുണ്ട്, മുഹമ്മദ് സാറുണ്ട്, ഔസഫ് സാറുണ്ട്, അതുപോലെ തന്നെ KCTTUവിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, അവിടെ ഇന്നത്തെ പാർട്ടിസിപ്പൻസ്. ഞാൻ ഇന്ന് അരുൺ ജോസ് സാറിനെയാണ് വളരെ അഭിമാനപൂർവ്വം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അരുൺ ജോസ് സാറ് JCIയിൽ ജോയിൻ ചെയ്തത് 2016 ചാർട്ടർ പ്രസിഡന്റ് ആയിട്ടാണ്. JCI മൂവാറ്റുപുഴ ഇഗ്നൈറ്റിന്റെ ചാർട്ടർ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം JCIയിൽ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സോൺ സെക്രട്ടറി ആയിട്ട്, സോൺ 20യുടെ സെക്രട്ടറി 2017
അത് യങ്ങസ്റ്റ് സോൺ സെക്രട്ടറി ഇൻ ദ ഹിസ്റ്ററി ഓഫ് സോൺ 20. ഇന്നും അത് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ലെന്നാണ് എന്റെ അറിവ്. ആ ഒരു അങ്ങനത്തെ ഒരു തോൽ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ 2018 സോൺ വൈസ് പ്രസിഡന്റ്, 2019 സോൺ ഡയറക്ടർ ജൂനിയർ JC, അതുപോലെ തന്നെ 2020 സോൺ ഡയറക്ടർ ട്രെയിനിങ്, 2021 സോൺ കോർഡിനേറ്റർ JCI വീക്ക് ആൻഡ് 1 ഔട്ട്സ്റ്റാൻഡിംഗ് സോൺ കോർഡിനേറ്റർ for JCI week in national level, 2022 zone coordinator corporate training, 2023 selector of the zone director management, zone trainer. He won public speaking championship in Kerala JC Sangamam 2022. Director and co-founder of She Change Madras LLP. അതുപോലെ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ട്രെയിനർ ആണ്, മോട്ടിവേഷണൽ സ്പീക്കർ ആണ്, ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. എനിക്ക് പറവൂർ റോയൽസ് JCIയില് അദ്ദേഹത്തിന്റെ സ്പീച്ച് ഞങ്ങളുടെ ഇൻസ്റ്റലേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ സ്പീച്ച് കേൾക്കാനായിട്ട് ഇടയായി. നല്ലൊരു സ്പീച്ചായിരുന്നു, നല്ലൊരു വാഗ്മിയാണെന്ന് അന്ന് മനസ്സിലായി. ഞാൻ പലരോടും പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച്. ഞാൻ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. JFD അരുൺ ജോസ്, സോൺ പ്രസിഡന്റ് 2024. താങ്ക് യു. താങ്ക് യു പ്രസാദ് സർ. ഇനി ഒന്ന് കേൾക്കാം നമ്മൾക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ. സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ് 2 വാക്ക് നമുക്കായി, അതോടൊപ്പം ഉദ്ഘാടനം. ഒരുപാട് നന്ദിയോടുകൂടി തന്നെ തുടങ്ങട്ടെ. അധ്യക്ഷൻ ജോസഫ് സാർ, വർഷങ്ങളായി JCയിൽ നിന്നുള്ള പരിചയമാണ് ജോസഫ് സാറിനെ. ഈ വേദിയിൽ ഇവിടെ ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്ന മേരി മെറ്റിൽഡ മാം, ഞാൻ മുൻപ് പലവട്ടം മാമിന്റെ സ്റ്റുഡൻസിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത്. ഞാൻ ഈ ട്രെയിനിങ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അടുത്ത് മഹാരാജാസിൽ പഠിച്ചിട്ടുള്ള ചില എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, മേരി മെറ്റിൽഡ മാമിനെ അറിയില്ലേ, ട്രെയിനിങ് രംഗത്തുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇത് ആരാണ് എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ തുടക്കകാലം മുതൽ ഈ പേര് എനിക്ക് വളരെ പരിചിതമായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഇവിടെ ജോസഫ് സാറ് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് മേരി മാമിനൊപ്പം ഇന്ന് ഈ വേദി പങ്കിടാൻ സാധിക്കുന്നതിൽ. ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രസാദ് സാർ ഒരുപാട് നന്ദി. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഈ JCയുടെ ഇൻട്രൊഡക്ഷന് എന്നെപ്പറ്റി ഞാൻ തന്നെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവസാനം പ്രസാദ് സാറ് പറഞ്ഞ കാര്യം എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്റെ പ്രസംഗം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, കൂടുതൽ ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാര്യം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് അതിനു മുമ്പുള്ള പ്രസംഗങ്ങളൊക്കെ ഒരർത്ഥമില്ലാത്തതാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ. ജോസഫ് സാറിന്റെയും പ്രസാദ് സാറിന്റെയും പ്രസംഗത്തിന് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പരിചയപ്പെടുത്താൻ നിൽക്കുന്നവരാണ്. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ഇതിന് കാര്യമില്ല. 75ാമത് വെബിനാർ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനിപ്പോ ഇത് കേട്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു, JC എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് ഇത് 75ാമത്തെ വർഷമാണ്. അപ്പോ ഇനി അതുകൊണ്ടാണോ ജോസഫ് സാർ എന്നെ ക്ഷണിച്ചത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. നമ്മള് ഒരേ സന്തോഷം പങ്കിടുന്ന ആൾക്കാരാണ്. JCയിലുള്ളവർ 75 വർഷം ഇന്ത്യയിൽ പൂർത്തിയായതിന്റെയും KCTUവിന്റെ ഈ ഉറവ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മയുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 75ാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം വലിയ സന്തോഷം തോന്നുന്നു. ഇന്ന് ലോകമെമ്പാടും പ്രണയ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. ഞാനത് പറയുമ്പോൾ വളരെയധികം ആൾക്കാർ അതിന്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ചിലർക്കൊക്കെ എങ്കിലും എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം എന്നുള്ള തോട്ടുള്ളവരുണ്ടായിരിക്കും. അങ്ങനെ പല ചിന്താഗതിക്കാരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പണ്ട് ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഈ സിംഗിൾ ആയിരുന്ന സമയത്ത് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ചില ചിന്തകളുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയൊരു ചിന്തയുണ്ടായിരുന്നു. ആ ചിന്തയാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. വേറെ ഒന്നുമല്ല, പ്രണയം എന്ന് പറയുന്നത് ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു സംഗതിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്തിനോടുമാകാം, എങ്ങനെയുമാകാം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന 70 പേർ, നമ്മളൊക്കെയും, ഞാനും ഒരു ട്രെയിനറാണ്, നമ്മളൊക്കെയും ഈ 70 പേരും ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു മേഖലയോട് പ്രണയമുള്ളവരാണ്, അറിവിനോട് പ്രണയമുള്ളവരാണ്. പ്രണയം എല്ലാവരെയും ചെറുപ്പക്കാരായി നിലനിർത്തുന്നതാണല്ലോ പറയുന്നത്, യങ് ആക്കി മാറ്റുക എന്നാണ് പറയുന്നത്. സോ ഈ ട്രെയിനിങ്ങിനോടുള്ള പാഷൻ, പ്രണയം, അറിവിനോടുള്ള പ്രണയം നമ്മളെയൊക്കെ വളരെയധികം യങ് ആക്കി നിലനിർത്തുകയാണ്.
തീർച്ചയായും ഈ ദിവസം തന്നെ 75ാമത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ മനസ്സുകൾക്ക് ട്രെയിനിങ് മേഖലയോടുള്ള പ്രണയത്തിന്റെ ഒരു കണക്ഷൻ കൂടി വെളിവാക്കുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി KCTUവിന്റെ 75ാമത് ട്രെയിനിങ് പ്രോഗ്രാം ഓൺലൈൻ സീരീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. ഇതിനോട് ക്ഷണിച്ച ജോസഫ് സാറിനും KCTU ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു സെഷൻ നമുക്ക് ഏവർക്കും എനിക്ക് ഉൾപ്പെടെ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് അരുൺ സർ. തീർച്ചയായിട്ടും സാറിന്റെ ഒരു സെഷൻ നമുക്ക് വെക്കണം. ജോസഫ് സർ പ്രസാദ് സർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വാഗ്മിയാണെന്നുള്ളത് പ്രൂവ് ചെയ്തു സർ ഇതിനോടകം ഈ സമയത്തിനുള്ളിൽ തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, KCTU എറണാകുളം സ്റ്റേറ്റ് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ബെഞ്ചമിൻ സർ, പ്ലീസ് 2 വാക്ക്. ഗുഡ് ഈവനിങ് ആൾ. ആദരണീയനായ അധ്യക്ഷൻ, എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ജോസഫ് സർ, ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാമെന്നേറ്റ മേരി മെറ്റൽഡ മാം, ഈ ഒരു യോഗം അതല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഉദ്ഘാടനം ചെയ്ത ജെസി അരുൺ ജോസ്, KCTUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ സർ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ അബൂബക്കർ സർ, ജില്ലയിലെയും സംസ്ഥാനത്തെയും എല്ലാം നേതാക്കളെ, എറണാകുളം ജില്ലയിലെ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ഇത്തരം ഒരു യോഗത്തിൽ ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് തന്നെയായാലും എറണാകുളം ജില്ല, ആ ജില്ലയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ജില്ലയുടെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ ഈ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ അറിയാം, ഒരു സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരടി പുറകിലേക്ക് പോയാൽ അതിന്റെ ജില്ലാ കമ്മിറ്റി 10 അടി പുറകിലേക്ക് പോകും. അതിന് താഴെയുള്ള കമ്മിറ്റികൾ അതിനേക്കാൾ കുറെ പുറകിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എവിടെ നിന്നോ അവിടുന്ന് ഒരടി പോലും പുറകിലേക്ക് പോകാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ വലിയ ഒരു തെളിവാണ് ഈ കഴിഞ്ഞ 75 മാസങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാസത്തിൽ ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ കൃത്യമായി ആ പ്രോഗ്രാം നടത്തി പോരുക എന്നുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് എറണാകുളം ജില്ലയിലെ ഓരോ മെമ്പർമാരെയാണ്. കാരണം ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തി പോകാൻ ആ ഓരോ മെമ്പർമാരും അതിന് വിമുഖത കാണിച്ചാൽ ഒരിക്കലും ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കില്ല. അതോടൊപ്പം തന്നെ തുല്യമായി അഭിനന്ദിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ജില്ലാ പ്രസിഡന്റും, അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും. എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ട സമയമാണ്, പക്ഷെ അതിന് സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ 75ാമത് ഉണർവിന്റെ വെബിനാർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരു കാര്യം, അയ്യോ, ഒരു 75 വർഷം കഴിയുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരും അന്ന് ഈ ഉറവ് വെബിനാറിൽ ഉണ്ടാവില്ലെങ്കിൽ പോലും ഈ ഉറവിന് മരണമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോയിക്കോളും. ജോസഫ് സാറിന്റെ പിൻഗാമികൾ, നമ്മുടെ ഓരോ മെമ്പർമാരുടെ പിൻഗാമികൾ, എറണാകുളം ജില്ല അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി മാത്രം ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എറണാകുളം ജില്ലാ കമ്മിറ്റിയോടുള്ള നന്ദിയും ജോസഫ് സാറോടുള്ള പ്രത്യേക നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ജയ്. താങ്ക് യു ബെഞ്ചമിൻ സർ. ഇനി ആശംസ അർപ്പിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് അബൂബക്കർ സർ ആണ്, മേൽപ്പറമ്പ ചെയർമാൻ അഡ്വക്കേറ്റ് ബോർഡ്. സാദരം ക്ഷണിക്കുന്നു സാറിനെ. Thank you, madam. It's a great day for me. Big salute to my friend Dr. PV Joseph sir. എനിക്ക് വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ട് ഔപചാരികതകളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു. ഒരു മനോഹരമായ കേക്കിന്റെ മുകളിൽ ഒരു മുന്തിരി വെക്കും,
ആ മുന്തിരി എടുത്ത് കഴിക്കാനുള്ള അവകാശം മാത്രമേ എനിക്കുള്ളൂ. അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാനും ഒരു ട്രെയിനർ ആയിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ വഴിത്താരയിൽ എനിക്കുണ്ടായ ചില പ്രശ്നങ്ങൾ ആ ട്രെയിനറിൽ നിന്ന് വാക്ക് മാറ്റിയിട്ട് ഐ എം ജസ്റ്റ് എ സ്റ്റോറി ടെല്ലർ നൗ. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ ആം. ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ഉറവ്, സ്ട്രീം. എ സ്ട്രീം ഈസ് എ സ്ട്രീം വെൻ ഇറ്റ് ഫ്ലോസ്. വൺസ് ഇറ്റ് ഈസ് സ്റ്റാഗ്നന്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് സ്മെല്ലിംഗ് ബാഡ്. ഓക്കെ, അപ്പം മനുഷ്യകുലം ഉണ്ടായ കാലം തൊട്ട് മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി തേടി അലഞ്ഞു. അവൻ അതിനു വേണ്ടി ഭൂഖണ്ഡങ്ങൾ കടന്നുപോയി. അതിനുശേഷം മനുഷ്യൻ പുരോഗമിച്ചപ്പോൾ അവന് മനസ്സിലായി അവന്റെ മനസ്സിനും വേണം ഭക്ഷണം. അത് നൽകുന്നവരാണ് റിസോഴ്സ് പേഴ്സൺസ്, അത് നൽകുന്നവരാണ് ട്രെയിനേഴ്സ്. ഇന്ന് മനുഷ്യൻ അലഞ്ഞ് തിരിയുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ജീവിതയാത്രയിൽ പഠിച്ച ഒരു പാഠം ഞാൻ പറയാം. സ്ട്രെസ് ഈസ് എ ബ്ലെസ്സിങ് ബൈ ഗോഡ്. ഹൗ യു യൂട്ടിലൈസ് ഈസ് ദ ഡിഫറൻസ്. ഞാൻ നിർത്തുന്നു. വയലാറിൻ്റെ മനോഹരമായ ഒരു ഗാനമുണ്ട്. ആരണ്യാന്തര ഗഹരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമത്തിന് അന്തർത്താര തേടി അലഞ്ഞു. അവരിലെ ചൈതന്യമാണ് നമ്മുടെ ദർശനം, എൻ്റെ ദർശനം, നിങ്ങളുടെ ദർശനം, നമ്മുടെ ചീഫ് ഗസ്റ്റ് അരുൺ ജോസഫ് സാർ പറഞ്ഞതിൻ്റെ ദർശനം, നാം കേൾക്കാൻ പോകുന്ന ഡോക്ടർ മേരി മെറ്റിൽഡയുടെ ദർശനം. ആ ദർശനമാണ് നമ്മുടെ ശക്തി. ലോകത്തിന് പലതും സംഭാവന ചെയ്തവരാണ് നമ്മൾ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി കോൺഫറൻസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അതിൽ ഒട്ടുമുക്കാൽ പേരും ഇന്ത്യയിലെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് അത് കോട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് ഈ അവസരം ലഭിച്ചത് റിയലി ഐ ആം ബ്ലസ്ഡ്, ഐ ആം ഹോണേഡ്. താങ്ക്സ് ടു ഓൾ ഓഫ് യു, ആൻഡ് സം ടൈം ലേറ്റർ ഐ മേ കം ടു യു to tell a story, not a training. Thank you very much. Thank you so much, sir. We are eagerly waiting for that day. Okay. അപ്പോ ഇനി നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജയപ്രകാശ് സർ ആണ്. സാറിനെ സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട്. ഈ ഉറവിന്റെ 75ാം സീരീസ് വളരെ ഗംഭീരമായിട്ട് തുടർച്ചയായിട്ട് നടന്നു പോരുന്നതിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ചുക്കാൻ പിടിക്കുന്ന പി വി ജോസഫ് സാറ്, ഒപ്പം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബെഞ്ചമിൻ ഈശോ, അങ്ങനെ പോൾ പടയാട്ടി, നമ്മുടെ എറണാകുളം ചാപ്റ്ററിന്റെ എല്ലാ സജീവ പ്രവർത്തകര്, എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണിന്ന്. ഇന്ന് നമുക്ക് അതേപോലെ ഈ ഒരു 75ാം സീരീസില് കിട്ടിയിരിക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് കേരളത്തിലെ അതിപ്രഗത്ഭരായിട്ട്, പ്രത്യേകിച്ച് മേരി മെറ്റിൽഡ മാഡം നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. ഒരു സുദീർഘമായ ഒരു പരിചയപ്പെടുത്തൽ കഴിഞ്ഞു. അതിനു മുമ്പ് ഒരു ആശംസയ്ക്ക് ഇത്രത്തോളം സമയം എടുക്കുന്നതിന് ഔചിത്യമല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഒറ്റ വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഇതിന്റെ 100ാം എപ്പിസോഡിലേക്ക്, സീരീസിലേക്ക് എത്തുമ്പോൾ നമുക്ക് എറണാകുളം ചാപ്റ്റർ ഓഫ്ലൈനായി ഒരു 1 ഡേ സെക്ഷൻ തന്നെ പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ ട്രെയിനേഴ്സിനെ വെച്ച് നടത്തണം എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അതിനായിട്ട് പി വി ജോസഫ് സാറിന്റെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അങ്ങനെ 100ാം സീരീസ് നമുക്ക് ഗംഭീരമായിട്ട് എറണാകുളത്ത് ഇത് ഭംഗിയാക്കണം എന്നുകൂടി ഒരു റിക്വസ്റ്റ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ജയപ്രകാശ് സർ. ഒന്നും പറയാനില്ല. ഓരോ വിശിഷ്ട വ്യക്തികളെയും സാറ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് വളരെ നല്ലൊരു ഗ്രൂപ്പിനെയാണ് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 75ാമത്തെ ദിനം ധന്യമായി തന്നെ, സ്റ്റാർട്ടിങ് തന്നെ ധന്യമായി. അതിന് മെനി താങ്ക്സ് ടു ദ സപ്പോർട്ടിംഗ് ടീം, എക്സിക്യൂട്ടീവ് ടീം. ഇനി നമുക്ക് കാത്തിരിക്കുന്ന ആ നിമിഷത്തിലേക്ക് കിടക്കാം. മാമിനെ സ്നേഹപൂർവ്വം, കടപ്പാടോടുകൂടി, സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. ഞാനിങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. എല്ലാവരും പറയും എനിക്ക് സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതല്ല, എനിക്ക് ശരിക്കും ഭയങ്കര ഐ ആം സോ സർപ്രൈസ്ഡ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ ലോകത്ത് നമുക്ക്, എന്നെ കാണാമോ? ഓ യെസ് മാം. ഇന്നത്തെ ലോകത്ത്
ഇന്നത്തെ ലോകത്ത് നമുക്കില്ലാത്ത ഒരു സംഭവമുണ്ട്. അതായത് കമ്മിറ്റ്മെന്റ്, ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ അതൊക്കെ അന്യം നിന്ന് പോയോന്ന് നമുക്ക് സംശയമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നിങ്ങളൊരു ഗ്രൂപ്പ് ഓൺലൈനിൽ മീറ്റ് ചെയ്യുന്ന ആളുകൾ ഇത്ര അടുപ്പത്തോടും സ്നേഹത്തോടും കൂടി 75 എപ്പിസോഡുകളോ അല്ലെങ്കിൽ 75 സെഷൻസ് ഇങ്ങനെ നടത്തി എന്നുള്ളത് അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് ജോസഫ് സാറും നിങ്ങളെ പോലെയുള്ളവരും ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അല്ലാതെ വളരെ അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ് ഇതിങ്ങനെ നടക്കുന്നു. ടീച്ചറുടെ ക്യാമറ ഒന്ന് അറിയിച്ച തല മാത്രമേ കാണുന്നുള്ളൂ. അല്ല, അപ്പൊ ഞാൻ ശബ്ദം ഇപ്പൊ കാണാമോ? കുറച്ചും കൂടി താഴ്ത്താണോ? ഞാൻ പിൻ ചെയ്യണോ? കുറച്ചും കൂടി താഴ്ത്താമോ മാം? ഇപ്പൊ എന്നെ കാണുന്നില്ലല്ലോ. ഒത്തിരി പിന്നെ താന്നുപോയി. ഇപ്പൊ എന്തോ അത് എനിക്ക് ശരിക്കും അത് കാണുന്നില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? മുഖം മാത്രം, മുഖത്തിന്റെ ആ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അത് നമ്മൾ പിൻ ചെയ്യാൻ പറ്റില്ല ഇവിടെ സ്ക്രീനില്. ഞാനിപ്പോ മാസ് സെറിമണി വിസിബിൾ ആയിട്ട് അത്രയും ഭാഗമേ ഉള്ളൂ. പിൻ ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷെ മാമിനെ കാണുന്നത് ആ ക്യാമറ കുറച്ചും കൂടി താഴ്ത്തിയാ നന്നായിരുന്നു. ക്യാമറയാണ് പ്രോബ്ലം. ടീച്ചർ ഉയർന്നിരുന്നാലും മതി. ഉയർന്നിരുന്ന ഉയർന്നിരുന്നാലും മതിയോ? അതെന്താണെന്ന് എനിക്ക് അത് വിടുമ്പോ തിരിച്ചു പോവുകയാണ് ക്യാമറ. സാരില്ല മാം. ആയോ? യെസ്, ഗ്രേറ്റ്. സൂമിന്ന് ഔട്ടായില്ല ഞാൻ അത് ചെയ്തോളൂ. ഔട്ട് ആയിട്ടില്ല മാം, സംസാരിച്ചോളൂ. ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ ആണല്ലോ അല്ലേ? പെർഫെക്റ്റ്. ഞാൻ നിങ്ങളെ ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത്ഭുതത്തോടുകൂടി ഞാൻ ഇങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ശ്രദ്ധിച്ചതും. പിന്നെ ജയപ്രകാശ് സാറിനെ ഞാൻ എപ്പോഴും സ്ക്രീനിലൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ കാണാൻ പറ്റി. പിന്നെ ജോസഫ് സാറിനോട് പറയാനുള്ളത്, ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇലോബറേറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സാധാരണ കേൾക്കാറില്ല കേട്ടോ. അത്രയും ഭംഗിയായിട്ട് എന്നെ പരിചയപ്പെടുത്തിയതിന് പ്രത്യേകം താങ്ക്സ്. പിന്നെ അരുൺ ജോസ്, പിന്നെ ഞാൻ മാത്സ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞ പ്രസാദ്, അതെനിക്ക് അങ്ങനെ അത്രത്തോളം പിടികിട്ടുന്നില്ല. എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി തന്നെ സെഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പൊ ഇതൊരു ട്രെയിനിങ് ഒരു സെഷൻ അങ്ങനെയല്ല കേട്ടോ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോരോ ഏരിയയിൽ വളരെ പ്രഗത്ഭരായ ആളുകളാണ്. അപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ് ഷെയറിങ്, ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ ജോസഫ് ചോദിച്ച ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് ഈ മൈൻഡ് പവറും ലൈഫ് സ്കിൽസും തമ്മിൽ കണക്റ്റഡ് ആകുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ ഈ ടോപ്പിക് ഞാൻ കുറെ കാലങ്ങളായിട്ട് ഓൺലൈൻ കോഴ്സ് നടത്തുന്ന ഒരു ടോപ്പിക്കാണ് മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ്. അപ്പൊ ഇത് ഞാൻ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ഇത് ഡിസൈൻ ചെയ്യാൻ ഒരു കാരണമുണ്ട്. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ജോസഫ് സാർ പറഞ്ഞു, മറ്റു പലർക്കും അറിയാമല്ലോ. അപ്പൊ ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടത് ഒരു സൊല്യൂഷനാണ് കേട്ടോ. പെട്ടെന്നൊരു സൊല്യൂഷൻ വേണം. നമ്മളിപ്പോ ഡോക്ടറുടെ അടുത്ത് ചെന്ന് എനിക്ക് തലവേദനയാണ്, ഒരു ഡോളോ തരൂ എന്നൊക്കെ പറയണ ലാഘവത്വത്തോടുകൂടി ആളുകൾ വന്നിങ്ങനെ പറയും, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം. അത് നടക്കാറില്ല. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുന്നവരോട് ഞാൻ സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കും. ഒരിക്കലും ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ എനിക്ക് പറ്റാറില്ല. അപ്പൊ അതിന് കാരണമായിട്ട് തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സൊല്യൂഷൻ ആരാണ് ഉണ്ടാക്കേണ്ടത്? ഈ സൊല്യൂഷൻ ചോദിച്ചു വരുന്ന ആള് സൊല്യൂഷൻ ഉണ്ടാക്കണം. അയാളത് ഉണ്ടാക്കണമെങ്കിൽ, ആ ഒരു സൊല്യൂഷൻ അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 2 കാര്യങ്ങൾ വർക്ക് ചെയ്യണം. ഒന്ന്, നമ്മളെ എല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. അത് ചെറുപ്പത്തിലേ തൊട്ട് നമ്മളോട് ആളുകൾ പറയാറുണ്ടല്ലേ, നീ നന്നാവണമെങ്കിൽ മനസ്സ് വെക്കണം, പഠിക്കണമെങ്കിൽ മനസ്സ് വെക്കണം. അപ്പൊ ഈ മനസ്സ് എന്നുള്ള വാക്ക് വളരെ ചെറുപ്പത്തിലേ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എല്ലാത്തിന്റെയും പിന്നിലെ ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
പക്ഷെ എന്താണ് ഈ മനസ്സെന്ന് കൃത്യമായിട്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിനെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടും എന്താണ് മനസ്സെന്നുള്ളത് ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പല നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മനസ്സിന്റെ സാധ്യത നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇങ്ങനെ വലിയൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടെന്നും ഇതൊരു അപാരമായ സംഗതിയാണെന്നും നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് അവിടെ ഉണ്ടെന്നും അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി. അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നേ തൊട്ട് ഈ മനസ്സിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്താണ് ആളുകൾക്ക് ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഒരു ഗണിതശാസ്ത്ര അധ്യാപികയായിരുന്നല്ലോ, കണക്കിന്റെ ലോകത്തായിരുന്നു ഞാൻ. യൂട്യൂബ് വന്നപ്പോഴാണ് ശരിക്കും ഈ മനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പക്ഷെ മനസ്സിന്റെ സാധ്യതകൾ തിരിച്ചറിയാത്തത് കൊണ്ട് അവർക്കൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. എൻ്റെ ആ മനസ്സ് എങ്ങനെയാണ് ഞാൻ പ്രയോജനപ്പെടുത്തേണ്ടത്, മനസ്സിന്റെ സാധ്യതകൾ ഞാൻ എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് പലർക്കും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്ക് ഈ മനസ്സിനെ കുറിച്ച് മൈൻഡ് പവർ സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ഇപ്പോ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ തോട്ട് പ്രോസസ്സാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ മനസ്സ് ഉണ്ടായിട്ടും കാര്യമില്ല. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. കാര്യങ്ങൾ നടക്കണം. ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്, ഞാനെല്ലാം തീരുമാനിച്ചു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംസാരിക്കേണ്ട കണ്ടന്റ് ഒക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് അയാളോട് പ്രസന്റ് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കില്ലല്ലേ? അതിന്റെ സാധ്യതകൾ എന്തെല്ലാമാണ്? മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? അതൊരു സ്കില്ലാണ്. നമ്മുടെ മനസ്സിനെ അറിയുന്നു, മറ്റുള്ളവരുടെ മനസ്സിനെ അറിയുന്നു. ഇതെല്ലാം കൂടി ഒന്ന് സിനർജൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് അല്ലെങ്കിൽ കൂടെ ചേർന്ന് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ള സ്കിൽ നമ്മൾ ആർജിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയം തന്നെ, നമ്മൾ ഇതെല്ലാം പറഞ്ഞാലും നമുക്ക് സമയം മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ആളുകളോട് സംസാരിച്ച് ഒരു ഏകാഭിപ്രായത്തിലേക്ക് എങ്ങനെ എത്താം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഹാപ്പിനെസിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് നമ്മുടെ റിലേഷൻഷിപ്സ്. നമ്മുടെ സന്തോഷം തകർക്കാനും ഉണ്ടാക്കാനും ഏറ്റവും അധികം സഹായിക്കുന്നതാണ് നമ്മുടെ റിലേഷൻഷിപ്സ്. ഈ റിലേഷൻഷിപ്സ് എങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ മനസ്സിൽ നിന്ന് തുടങ്ങുന്നു. ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട സ്കിൽസ്. അപ്പൊ ആ രീതിയിലാണ് ഈ മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് എന്നൊരു ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചത്. ഈ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം, എനിക്കെന്നെ ഒരുവിധം പ്രായമായി. അപ്പൊ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആരോഗ്യം, പ്രത്യേകിച്ച് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത്, അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് അന്ന് തോന്നിയിരുന്നില്ല. അതൊരു പ്രശ്നം. ഈ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, എക്സസൈസ് ചെയ്യണം, നടക്കാൻ പോകണം, ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. അത് സംരക്ഷിക്കേണ്ട ഒന്നാണെന്നും അതിനുവേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയത് നമ്മൾ അടുത്ത കാലത്താണ്. പണ്ട് അങ്ങനെയില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടായിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് സംഭവിച്ചിരുന്ന ഒന്നായിരുന്നു നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. നാച്ചുറൽ ആയിട്ട് പല കാര്യങ്ങൾക്കും നമ്മൾ ശരീരം ഉപയോഗിച്ചിരുന്നു. ഇന്ന് വന്ന് ശരീരം ഉപയോഗിക്കാത്ത ഒരു അവസ്ഥയിലെത്തിയപ്പോൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം തകരാറിലായി. അപ്പൊ നമ്മൾ അതിന് വേറെ മാർഗങ്ങൾ, നമ്മൾ ജിമ്മിൽ പോകുന്നു, നടക്കാൻ പോകുന്നു, പല പല രീതികളിൽ ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പല പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ അതിനുവേണ്ടി വേറെ സമയം കണ്ടെത്തുന്നു.
മറ്റേത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നടന്ന കാര്യങ്ങൾ ഇന്ന് അതിനുവേണ്ടി നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ പ്രത്യേക സമയം കണ്ടെത്താത്തവരുടെ ആരോഗ്യം അപകടത്തിലാകുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്, അപ്പൊ ഇതൊക്കെ സംഭവിച്ചിട്ട് കുറച്ച് കാലങ്ങളായി. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ മാനസികാരോഗ്യം പണ്ട് നമ്മൾ അപ്പൊ ചിലർ കാരണങ്ങൾ പറയും, അത് കൃത്യമായിട്ട് അന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമല്ല, അന്ന് മാനസികാരോഗ്യം പണ്ട് കാലത്ത് നാച്ചുറലായിട്ട് നമുക്ക് നല്ല വിൽ പവറൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളെ അതിജീവിക്കാനും അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കന്ന് ഉണ്ടായിരുന്നു. മനസ്സെന്താണെന്നും മനസ്സിലെന്താ സംഭവിക്കണമെന്നും നമ്മൾ തിരിച്ചറിവൊന്നുമില്ല. അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ഈ പറയുന്ന നമ്മുടെ പഴയ തലമുറ കാര്യമായിട്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിച്ചവരൊന്നുമല്ല. അതിന് വേണ്ട വിദഗ്ധർ അതിനെക്കുറിച്ച് പഠിച്ചു കാണും. പക്ഷെ എന്നാലും ഈ മാനസിക ആരോഗ്യമൊക്കെ ഉള്ള അവിടെ വലിയ പ്രശ്നമില്ലാത്ത ഒരു തലമുറ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇന്ന് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികള്, നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികള് മിക്കവാറും തിരഞ്ഞെടുക്കുന്ന വിഷയം സൈക്കോളജിയാണ്. ഇപ്പൊ പണ്ട് നമ്മൾ എഞ്ചിനീയറിംഗിന് പോകുന്നു, മെഡിസിന് പോകുന്നു. ഇപ്പൊ ആളുകളുടെ ഏത് കോഴ്സാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉടനെ പറയുന്നതാണ്, ഞാൻ ചെയ്യുന്ന കോഴ്സ് സൈക്കോളജി പഠിക്കാൻ പോകുന്നു കുട്ടികൾ. അതിനെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. മാത്സ് വേണ്ട, സയൻസ് വേണ്ട. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനാണ് സ്കോപ്പ്. ഒരുപാട് മനോരോഗികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി വരുന്ന ഭാവിയിൽ. അപ്പൊ ഇതിന് നമ്മളാൽ കഴിയും വിധം ഒരു സപ്പോർട്ട്, ഒരു സർവീസ് ആയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത്. അതായത് ഈ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താൻ ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, ട്രെയിനർ ഈ വകുപ്പിൽ പെടുന്ന ഒരാളാണ്. കൗൺസിലിംഗ് എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു മേഖലയാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ എൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് എനിക്കാണ്. പക്ഷെ ഞാനതിന്റെ വഴികൾ അറിയണം കൃത്യമായിട്ട്. അങ്ങനെ വഴികൾ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യുന്ന അത്രയും ഭംഗിയായിട്ട് വേറൊരാൾക്ക് സോൾവ് ചെയ്ത് തരാനോ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് തരാനോ പറ്റില്ല. ഐ ആം ദ ബെസ്റ്റ് പേഴ്സൺ. എൻ്റെ ഒരു പ്രോബ്ലം അത് പഠിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഐ ആം ദ ബെസ്റ്റ് പേഴ്സൺ. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതിലേക്കുള്ള വഴികൾ ഞാൻ പഠിക്കണം. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന മൈൻഡ് പവർ എന്താണ്, മനസ്സിന്റെ ആ ഒരു ശക്തി എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മനസ്സിനെ കുറിച്ചുള്ള പഠനം ഇന്നും പൂർണ്ണമായിട്ടില്ല, കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോഴുള്ള അറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു പഠനം എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞു കഴിയുമ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോട്ട് പ്രോസസ്സാണ്. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആ ചിന്തകളുടെ ഒരു കേന്ദ്രം, അതിനെയാണ് നമുക്ക് മനസ്സെന്ന് പറയാവുന്നത്. ഏറ്റവും അടുത്ത ഒരു ഉത്തരം കൊടുക്കാവുന്നത് അതാണ്, എൻ്റെ ചിന്തകളുടെ ഒരു കേന്ദ്രം. അപ്പൊ അതാണ് എൻ്റെ മനസ്സെന്ന് ഞാൻ ഇവിടെ മനസ്സുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സെന്താണ്, മനസ്സിങ്ങനെ പടം വരച്ചൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ തലച്ചോറൊക്കെ പടം വരച്ചൊക്കെ കാണിക്കണ പോലെ ഇതാണ് മനസ്സ്, അതായത് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പടം വരച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു മനസ്സുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ മനുഷ്യരായിട്ട് ഇങ്ങനെ ജനിക്കുമ്പോൾ നമുക്ക് ചില കോമൺ ആയിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ചില സ്ട്രക്ചറൊക്കെ നമുക്കുണ്ട് അല്ലെ. 2 കണ്ണ്, 2 ചെവി, നമ്മുടേതായിട്ടുള്ള ബ്രെയിൻ, ഇങ്ങനെയുള്ള കോമൺ സ്ട്രക്ചറൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ നമ്മള് മൃഗങ്ങളെ ഇങ്ങനെ നോക്കുമ്പോ മൃഗങ്ങൾക്കുള്ള ഒരു സെറ്റപ്പില് അവര് ഏകദേശം സിമിലർ ആയിട്ടുള്ള, ഓരോ സ്പീഷീസും സിമിലർ ആയിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ്. അപ്പൊ തമ്മിൽ വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പോ ചില ആനിമൽസ് ഒക്കെ ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നു എന്നല്ലാതെ ഓൺ ദ ഹോൾ എല്ലാവരും ഒരു ഏക സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ് അല്ലെ. എന്ത് വ്യത്യാസമാണ് ഈ ഓരോ മനുഷ്യരും, ഓരോ മനുഷ്യന്റെയും പെർഫോമൻസ് ലെവൽ, അതെന്ത് വേരിയേഷൻ ഉള്ളതാണ് ഈ പെർഫോമൻസ് ലെവൽ. നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട്, എല്ലാവരുടെയും ബ്രെയിനിലുള്ള ബ്രെയിൻ സ്ട്രക്ചർ എല്ലാം ഒരുപോലെയാണ്.
നമ്മളെല്ലാം എത്ര അന്തം വിട്ട് ശ്രമിച്ചാലും നമ്മുടെയൊക്കെ ബ്രെയിൻ കപ്പാസിറ്റിയുടെ ഒരു ചെറിയ ശതമാനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും വളരെ വ്യത്യസ്തരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങനെ ആ ഒരു ഭയങ്കര വ്യത്യാസത്തിൽ, ആ പെർഫോമൻസ് ലെവലിൽ തന്നെ എങ്ങനെ ഈ വ്യത്യാസം വരുന്നു? നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി കേട്ടിട്ടുണ്ട്, എഡിസൺ. ഞാനിപ്പോ ശാസ്ത്രജ്ഞന്മാരുടെ പേര് മാത്രം പറയുന്നത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ, അവരുടെ പേരാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോ ആൽബർട്ട് ഐൻസ്റ്റീൻ, എഡിസൺ, ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാര്, പിന്നെ എഴുത്തുകാർ, ഇങ്ങനെ ഒരുപാട് മഹാന്മാര് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അവരെല്ലാം എങ്ങനെ വ്യത്യസ്തരായി എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദെയർ ബ്രെയിൻ. അവരുടെ ബ്രെയിനാണ് അതിന് കാരണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഐൻസ്റ്റീൻ ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അതിന്റെ സപ്പോർട്ടായിട്ട് ഉള്ളത് അദ്ദേഹത്തിന്റെ മനസ്സാണ്. അതൊരു വലിയ സംഭവമാണ്. നമ്മുടെ ഈ തോട്ട് പ്രോസസ്സിന്റെ ഒരു പവർ, അങ്ങനെ ആ ഒരു പവറാണ് ഇപ്പൊ തന്നെ നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് മനുഷ്യരെ കൊണ്ടത് സാധ്യമാകുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സാധ്യത വരുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ഈ മനസ്സിനെ കുറിച്ച്, മനസ്സിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മള് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലേ ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പൊ ഈ ഡ്രൈവ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ ചെല്ലില്ലേ, അപ്പൊ ഒരിക്കലും ഈ അതിന്റെ എഞ്ചിനുള്ളിൽ എന്താണ് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ, നിങ്ങൾ ഇത് പഠിച്ചിട്ട് ഇനി ഡ്രൈവിംഗ് പഠിച്ചാൽ മതി എന്ന് ആരും പറയാറില്ലല്ലോ. അങ്ങനെ ഒരു കാലത്ത് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ ഡ്രൈവിംഗ് പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ സ്റ്റിയറിങ്ങും, ഇത് സ്റ്റിയറിങ്, ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ആക്സിലറേറ്റർ, ഇത്രയും സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഓടിച്ചോളാൻ പറയും നമ്മളോട്. കൺട്രോൾ അയാളുടെ കയ്യിലുണ്ടെങ്കിലും. പക്ഷെ അങ്ങനെ ഓടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ അത്ഭുതം, നമ്മൾ ഈ വണ്ടിയൊക്കെ സ്വന്തമായിട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങുന്നു. ആ എഞ്ചിന്റെ ഉള്ളിൽ എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സത്യമായിട്ട് നമുക്ക് അറിയില്ല. ഞാൻ എത്രയോ കൊല്ലങ്ങളായി വണ്ടി ഓടിക്കുന്നു, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. മനസ്സിന്റെ കാര്യം അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ മനസ്സിനെ കുറിച്ച്, മനസ്സിന്റെ എല്ലാ തലങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ച് കഷ്ടപ്പെട്ട് പഠിക്കണമെന്നില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും മനസ്സിനെ പറ്റി പഠിക്കാനും. അത് അവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ നമ്മുടെ ജീവിതം, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്തിനാണ്, അറിയുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ജീവിതം ഇന്നത്തെക്കാളും കുറച്ചുകൂടി സന്തോഷം നിറഞ്ഞതായിട്ട് നമുക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഉള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് കേട്ടോ ഇത്. അല്ലാതെ ഈ ലോകത്തിന്റെ നെറുകയിലൊക്കെ കയറി നിൽക്കണം, അതൊന്നുമല്ല. നമ്മുടെ ജീവിതം ഇന്നുള്ളതിനേക്കാൾ ബെറ്റർ ആക്കണം. നമുക്ക് മനസ്സിൽ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വി വോണ്ട് ഹാപ്പിനെസ്, വി വോണ്ട് പീസ്. ഇതെല്ലാം നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന് എങ്ങനെ നമ്മൾ ആ ലെവലിലേക്ക് എത്തണം? അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിന്റെ 2 തലങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. മനസ്സിന് കോൺഷ്യസ് മൈൻഡ്, ഇതൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡ്, 2 തലങ്ങളുണ്ട്. അപ്പൊ ഈ കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ചിന്തകളുടെ ഒരു കേന്ദ്ര മനസ്സാണെന്ന് കരുതിയാൽ, ഈ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മളത് അറിയാറ് പോലുമില്ല എന്ത് ചിന്തകളാ വന്നു പോണേന്നുള്ളത്. അതിന് വലിയ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല, വലിയ സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകളൊന്നുമല്ല. വന്നും പോയിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ, ആ ചിന്തകളുടെ ഒരു തലത്തിനെയാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ ചിന്തകളില്ലേ, അതിലെ ചില ചിന്തകൾ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആവർത്തിച്ച് വരുന്ന ചിന്തകൾ വളരെ സ്ട്രോങ് ആണ് നാച്ചുറലി. ആ ചിന്തകളുടെ തലം, ഇങ്ങനെ ആവർത്തിച്ച് സ്ട്രോങ് ആയിട്ട് വരുന്ന ചിന്തകളുടെ തലം, അത് അടുത്ത തലമാണ് മനസ്സിന്റെ. അതിന് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് അത് വളരെ പവർഫുൾ ആണ്. അത് നമുക്ക് ചില എക്സ്പീരിയൻസിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. അതിങ്ങനെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ ആർക്കും അത് മനസ്സിലാക്കി തരാൻ പറ്റില്ല. നമ്മളിത് മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, ഒബ്സർവേഷനിലൂടെയാണ്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ നെഗറ്റീവായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് സംഭവിക്കുന്നതായിട്ട് കാണാം. അവർ വായ തുറന്നാൽ ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങളെ പറയുക.
അപ്പൊ എനിക്കത് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് എനിക്കൊരു സംഭവം പറയാൻ പറ്റും. എനിക്ക് പണ്ടൊരു കൊളീഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് എപ്പോഴും പറയുന്ന 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നില്ല എൻ്റെ അത്രയും ഭാഗ്യമില്ലാതെയായിട്ട് ആരെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും പറയുന്നതാണ്, എൻ്റെ പ്രൊഫസറായിട്ടുള്ള ഒരു കൊളീഗാണ്. രണ്ടാമത് അവർ പറയുന്ന കാര്യം എന്താണെന്ന് അറിയില്ല, എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് തന്നെ വരും. ഇതൊക്കെ നമ്മൾ അറിയാതെ, അതോ നമ്മുടെ ചിന്ത അങ്ങനെയാണെന്ന് അർത്ഥം. നമ്മളിങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സെൽഫ് ടോക്കാണ്. നമ്മുടേതായിട്ടുള്ള ചിന്തകൾ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ചിന്തകളാണ് സത്യത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നിരന്തരം ഇങ്ങനെ പറയുന്നത് കാര്യങ്ങളുണ്ടല്ലോ, ആ ചിന്തകളുണ്ടല്ലോ, വളരെ സ്ട്രോങ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ സഹപ്രവർത്തകയാണ്. ഒരിക്കലും ഇങ്ങനെ വഴിയില് ഞാൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവര് ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. കാലില് വലിയൊരു ബാൻഡേജ് ഉണ്ട്. അപ്പൊ നമ്മൾ അയ്യോ എന്ത് പറ്റി? അപ്പൊ അവര് പറഞ്ഞു, ഒന്നും പറയണ്ടല്ലോ, ഒരു രാവിലെ ബസ്സിലേക്ക് കയറിയതാണ്, ഒരാണി വന്ന് നേരെ കാലേ കയറി, കുറെ ബ്ലഡൊക്കെ പോയി, ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ചെയ്ത് വരികയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കേട്ടോ. അയ്യോ പാവം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോ അവരെന്നോട് പറയുന്ന അടുത്ത കാര്യം എന്താണോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് എന്നെ വരുമെന്ന്. ഒരു 100 ആളെങ്കിലും ബസ്സിൽ കയറി ആരുടെങ്കിലും കാലിൽ ആണി കയറിയോ, അത് എന്റെ കാലിൽ തന്നെ കൃത്യമായിട്ട് വന്ന് കയറി എന്ന് പറയുമ്പോ എനിക്ക് കാര്യം പിടികിട്ടി കേട്ടോ. ഇവരുടെ മനസ്സിൽ മുഴുവൻ എപ്പോഴും അവർ ചിന്തിക്കുന്നത് എന്ത് കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് തന്നെ വരും, എനിക്ക് തന്നെ വരും, എനിക്ക് തന്നെ വരും. അത് ഭയങ്കര പവർഫുൾ തോട്ടായി കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വെറുതെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് കുഴപ്പമെന്ന് അത് കണ്ടെത്തും. രാവിലെ തന്നെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അല്ലേ? രാവിലെ അലാറം അടിക്കും. പലരും സമയമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുക. എനിക്ക് ആ സമയത്ത് എഴുന്നേക്കണം. അലാറം അടിക്കുമ്പോൾ എഴുന്നേക്കില്ല. എഴുന്നേക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും എഴുന്നേക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, തോട്ട് പ്രോസസ്, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ടോട്ടലി നെഗറ്റീവാണ്. നമ്മുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയുന്ന ചിന്തയാണ്. ഇപ്പൊ എഴുന്നേക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാം, എനിക്കങ്ങ് വയ്യ ഇപ്പൊ എഴുന്നേക്കാൻ. നമ്മുടെ ശരീരം ചുരുണ്ടുകൂടും, പുതപ്പൊക്കെ തലവഴി വരും, വി ആർ റെഡി ടു സ്ലീപ്പ് അഗെയിൻ. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവർത്തിച്ചു വരുന്ന ചിന്തകൾ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ പല കാര്യങ്ങളൊക്കെ ജനുവരി 1-ാം തീയതിയൊക്കെ തീരുമാനിക്കുമല്ലോ. പലരും പറയും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിന്നു പോകുന്നത് എന്തുകൊണ്ടാ? ആ ഒരു കാര്യം മനസ്സിലുണ്ടാവില്ല. പിന്നെ ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നുണ്ട്. ഈ വർഷം എടുത്ത തീരുമാനമാണ്, അത് എന്തായാലും എനിക്ക് നടപ്പിലാക്കണമെന്ന് എല്ലാ ദിവസവും ഒരു ചിന്തകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പവർഫുൾ ആകും. അപ്പൊ നമ്മളത് ചെയ്യും. ശരിയാണ്, എനിക്ക് ഇന്ന് രാവിലെ എക്സസൈസ് ചെയ്യണം, ആ ഒരു ചിന്ത വന്നാൽ വി വിൽ ഡു ഇറ്റ്. അപ്പൊ ഇത് ഔട്ട് ഓഫ് മൈൻഡ് ആവുന്നത് കൊണ്ടാണ് അത് ചെയ്യാതെ വരുന്നത്. അപ്പൊ മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി there are certain techniques. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്, അതിന് പ്രയോജനപ്പെടുത്താൻ നമുക്ക് റെഡി ആവാം. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ചില കാര്യങ്ങൾ, ചില ചിന്തകളൊക്കെ പവർഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പലപ്പോഴും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മള് ഒരു സ്ഥലത്തേക്ക് ടൂറിന് പോകണമെന്ന് വിചാരിക്കുക. വളരെ മനോഹരമായ, നമുക്ക് കാണാൻ ബുദ്ധിയുള്ള ഒരിടത്തേക്കാണ് ടൂറിന് പോകുന്നത്. വളരെ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെയാണ് കേട്ടോ പോണത്. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോണത്. അപ്പൊ രാവിലെ നമുക്ക് വെളുപ്പിനെ എഴുന്നേക്കണം. 3 മണിക്ക് എഴുന്നേറ്റാലേ നമുക്കൊരു 4-4:30 ആകുമ്പോൾ ആ പുറപ്പെടുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. നമുക്കന്ന് അലാറം ഒന്നും വേണ്ടല്ലോ, നമ്മൾ എഴുന്നേക്കും. അതിന്റെ ഒരു കാരണം എന്താണെന്നോ, വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നു. വി ആർ സോ ത്രിൽഡ്, വി ആർ സോ എക്സൈറ്റഡ് അല്ലേ? ഞാനിങ്ങനെ പോകണം, ചിലപ്പോൾ ഒരുപാട് പേരോട് ഇതൊക്കെ പറഞ്ഞ് ആ സമയമാകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ട്രെയിനിന്റെ ബേർത്ത് ഒക്കെ എന്ത് ചെറുതാണ്. ആ ചെറിയ ബേർത്തില് നമ്മൾ വീഴാതെ കിടന്നുറങ്ങാറുണ്ട്. വീട്ടിൽ വലിയ വിശാലമായി കിടക്കുകയാണ്. അപ്പൊ നമ്മൾ കിടന്ന് അങ്ങനെ ഉറങ്ങാനുള്ള കാരണം എന്താ? വീഴാതെ ഉറങ്ങാൻ നമ്മൾ മനസ്സിനോട് നമ്മൾ
പറയുന്നുണ്ട് യാത്രയാണ്, ബർത്താണ്. നമ്മൾ നിരന്തരം പറഞ്ഞാൽ നമ്മൾ വീഴില്ല. കാരണം നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ അത് കയറിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉണർന്നിരിക്കണമെന്നൊന്നുമില്ല. അത്രയും പവർഫുൾ ആണ് എന്നുള്ളതിന്റെ ചില ഉദാഹരണങ്ങളാണ്. ഈ സാധ്യതയാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ പറയാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ബ്രെയിൻ വാഷ് എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, അവിടെ നടക്കുന്നത് ഇതാണ്. നമ്മൾ ഈ കണ്ടിട്ടില്ലേ ഈ പരസ്യം, ഒരു സാധനം വീണ്ടും 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 നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കയറി നമ്മൾ പോയി ആ സാധനം വാങ്ങും. അതുപോലെ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുണ്ട് ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ. നമ്മള് അവരെത്ര മോശമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്താലും അവര് നമ്മുടെ മനസ്സിലേക്ക് ഇത് കടത്തിവിടും. ഞങ്ങൾ വന്നാൽ അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. അത് നിരന്തരം ഈ ജംഗ്ഷനിൽ കേൾക്കുന്ന കാര്യങ്ങൾ അടുത്ത ജംഗ്ഷനിൽ പോകുമ്പോൾ അത് വീണ്ടും കേൾക്കും, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും അത് കേൾക്കും. നിരന്തരം നിങ്ങൾ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തികൾ അതനുസരിച്ചാകാൻ സാധ്യതയുണ്ട്. അതാണ് ആളുകൾ യൂട്ടിലൈസ് ചെയ്യണത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. ഈ ബ്രെയിൻ വാഷിങ്ങിലൂടെ ചില കാര്യങ്ങൾ ആളുകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും, എന്റെ ദൈവമേ, മനുഷ്യന്റെ മക്കൾ ഇത് ചെയ്യും. കാരണം ഇറ്റ് ഈസ് റിയലി വെരി പവർഫുൾ. നമ്മളത് ചെയ്തിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഈ ചില കൊലപാതകങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? മെലിഞ്ഞു പൊലിഞ്ഞിനെ ഇരിക്കുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ജീവൻ പോലും ഇല്ലാത്ത ആളുകൾ പോയി ഈ കൊലപാതകം നടത്തിയോ? എങ്ങനെ നടത്തി? ഇവര് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇത് ഓരോന്നായിട്ട് ഇവര് നടത്തി. അവരുടെ മനസ്സിൽ ഇത്തരം ചിന്തകൾ വന്ന് അത് അവർ ചില സമയത്ത് ചെയ്യുന്നു. പിന്നെ വേറെ തരത്തിൽ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഭയങ്കര പ്രതികാരമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊവോക്കേഷൻ കൊണ്ട് നമ്മൾ ചെയ്തു പോകും. എന്നാലും എല്ലാത്തിന്റെയും പിന്നില് നിരന്തരമായിട്ട് വരുന്ന ചിന്തകൾ, അത് ചിലപ്പോൾ ചെറിയ പീരിയഡിലുള്ള ചിന്തകളായിരിക്കാം, പക്ഷെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ബുദ്ധിപൂർവ്വം എന്താ ചെയ്യേണ്ടത്? ഇക്കാര്യം നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കാനും നമ്മുടെ ജീവിതം കൂടുതൽ സക്സസ്ഫുൾ ആക്കാനും നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പൊ അതിന് ഇതിൽ പറയുന്നത് 3 ടെക്നിക്സ് ആണ്. ഒന്ന് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ തന്നെ ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പലരും കോൺട്രവേഴ്സ്യൽ ആയിട്ട് സംസാരിക്കാറുണ്ട്. ജീവിതം ശരിക്കും അങ്ങനെ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? അതൊക്കെ വേറൊരു കാര്യം. ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ഇങ്ങനെ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ? അത് അങ്ങനെ നടക്കുമായിരിക്കാം, നടക്കാതിരിക്കുമായിരിക്കാം. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നല്ല എനർജൈസ്ഡ് ആകുന്നത്, അല്ലേ? നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എനർജൈസ്ഡ് ആവും. ദാറ്റ് ഈസ് സോ നാച്ചുറൽ. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, സത്യത്തില് നമ്മുടെ ജീവിതം എത്ര ഭംഗിയായിട്ടാണ് സംവിധാനം ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ ഈ സന്തോഷത്തെ കുറിച്ചൊക്കെ പറയില്ലേ, എന്നിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ്. ആ ചോയ്സ് നമ്മുടെ തോട്ട് പ്രോസസ് അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ നമ്മുടെ ഹാപ്പിനെസിന്റെ അടിസ്ഥാനമായിട്ട് നടക്കുന്നത് തലച്ചോറിലെ കെമിക്കൽ ആക്ഷൻസ് ആണ്. അപ്പൊ ഈ കെമിക്കൽ ആക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിനെ സഹായിക്കുന്നത് നമ്മുടെ ചില പ്രവൃത്തികളാണ്. പ്രവൃത്തികൾ ഉണ്ടാകുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ നിന്നാണ്. അങ്ങനെ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളെ ഒരുപാട് എനർജൈസ് ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചിലത് പറയുമല്ലോ, ഇന്ന് എനിക്കൊന്നും വയ്യ, എനിക്ക് തീരെ മൂടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖമില്ല. എന്ന് വെച്ചാൽ നമുക്ക് എനർജൈസ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ദ റീസൺ. എന്നിട്ട് പറയും എനിക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തകളാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ചിന്ത എന്നുള്ളത് നമ്മുടെ സ്വന്തമാണ്. നമുക്കിത് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് തീരെ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ ഉണ്ടാകാം. അവിടെയാണ് ശരിക്കും മനോരോഗമുള്ള ഒരു അവസ്ഥ. അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒന്നാണ്. പക്ഷെ മെജോറിറ്റി അങ്ങനെയല്ല കേട്ടോ. മെജോറിറ്റി ആളുകൾക്കും ഈ അവനവന്റെ മനസ്സിനെ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ മനസ്സെന്ന് പറഞ്ഞ ചിന്തകളാണ്. ചിന്തകൾ നമ്മുടെ സ്വന്തമല്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ റീഡയറക്റ്റ് ചെയ്തൂടെ? രാവിലെ നമ്മൾ പറഞ്ഞ പോലെ അലാറം അടിക്കുമ്പോൾ യെസ് ഐ എം ഗോയിങ് ടു വേക്ക് അപ്പ്, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ എഴുന്നേക്കും, എനിക്കങ്ങ് വയ്യ എഴുന്നേക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എനർജി ഡൗൺ ആകും. അപ്പൊ ഈ ഒരു സത്യം
നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മളെപ്പോഴും അത് നാച്ചുറലായിട്ട് ചിലപ്പോൾ അങ്ങനെ വരില്ല. എപ്പോഴും ഇങ്ങനെ നമ്മൾ എനർജൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് പോസിറ്റീവ് എഫർമേഷൻസ്. എഫർമേഷൻസിനെ കുറിച്ച് നമ്മൾ കേട്ട് കാണും. എഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് എഫർമേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റ്സ് ആണ്. അത് നടത്തിയെടുക്കാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, അടുത്തത് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഒരു ചെറിയ ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റിന് എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ്. അപ്പൊ പലരും നമ്മളോട് വന്ന് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ആൻസൈറ്റി ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് എപ്പോഴും വല്ലാത്ത ദേഷ്യം വരും, അതാണ് എന്റെ പ്രശ്നം. അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണ്ടതാണെന്ന് നമുക്കറിയാം. എപ്പോഴും ദേഷ്യം വരുന്ന ആളാണ് എന്താണ് ആഗ്രഹം, ഐ ആം എ കൂൾ പേഴ്സൺ, എനിക്ക് ഒരു കൂൾ പേഴ്സൺ ആകണം എന്നാണ് അയാളുടെ ആഗ്രഹം. അപ്പൊ ഇവിടെ മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇത് ടെക്നിക്കായിട്ട് നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നോ, നമ്മളിത് ഓൾറെഡി ആയി എന്ന് അങ്ങോട്ട് ചിന്തിക്കുക. നമ്മൾ ആ പ്രോസസ്സിലാണ്. എനിക്ക് അങ്ങനെ ആകണം, ഞാൻ അതിന്റെ തുടക്കത്തിലാണെങ്കിലും നമുക്ക് ചിന്തിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ ആർക്കും നമ്മൾ ഉപദ്രവമില്ലാത്ത ചിന്തയാണ്. നമ്മൾ ഏത് ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവോ അതാണ് ഞാൻ ഇപ്പോ എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പോസിറ്റീവ് എഫർമേഷൻസ് ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് അത് കൂടുതൽ പവർഫുൾ ആകുന്നത്. ഞാനും കൂടെ എന്നെ വിശ്വസിപ്പിക്കുകയാണ്. ഐ ആം കൂൾ, ഐ ആം റിലാക്സ്ഡ്. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിലർക്ക് പേടി, ഭയങ്കര പേടി, ഐ ആം ബ്രേവ്. അങ്ങനെ സെന്റൻസ്. അപ്പൊ ഇതില് മനസ്സിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. മനസ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പാടില്ല. സെന്റൻസ് വളരെ സിമ്പിൾ ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അപ്പൊ ഇത് എഴുതുമ്പോ അയ്യോ അപ്പൊ ഞാൻ ഇങ്ങനെ ആയിട്ടില്ലല്ലോ, സംശയങ്ങൾ വരാത്ത രീതിയിൽ നമ്മൾ ഫ്രെയിം ചെയ്തിട്ട്, സംശയങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിനെ കൺഫ്യൂസ്ഡ് ആക്കുമല്ലോ. ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു കുഴപ്പമുള്ളത്, അത് എന്താണോ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് അതങ്ങോട്ട് എടുക്കും. കോൺഷ്യസ് മൈൻഡിന് മാത്രം എന്ത് വേണം എന്ത് വേണ്ടെന്ന് തീരുമാനിച്ച് വേണ്ടത് എടുക്കാനും വേണ്ടാത്തത് തള്ളിക്കളയാനും പറ്റുള്ളൂ. പക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ തള്ളിക്കളയാനൊന്നുമില്ല. അപ്പൊ നമ്മൾ അവിടെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കാതെ നമ്മൾ ഇരുന്ന് ചിന്തിച്ച്, അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള മെഡിറ്റേഷൻ അതിന്റെ ഒരു രൂപമാണ്, ഈ വിഷ്വലൈസേഷൻ എന്ന് പറയും. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മള് ഈ എഫർമേഷൻസ്, എനിക്ക് എന്താണ് വേണ്ടത് അത് ധൈര്യമായിട്ട് അങ്ങോട്ട് എഴുതുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ ഐ ആം കൂൾ, ഐ ആം റിലാക്സ്ഡ്, ഐ ആം ഹാപ്പി. എല്ലാവർക്കും വേണ്ട ഒരു സാധനമല്ലേ ഹാപ്പിനെസ്. ഐ ആം ഹാപ്പി. നമ്മൾ വിശ്വസിക്കുകയാണ് ഐ ആം എ ഹാപ്പി പേഴ്സൺ. അങ്ങനെ നമ്മൾ എഴുതുന്നതാണ് പോസിറ്റീവ് എഫർമേഷൻസ്. അങ്ങനെ 4-5 കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ. അപ്പൊ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫ് ഇംപ്രൂവ്ഡ് ആയിക്കോളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും സ്ട്രെസ്ഡ് ആണ്, നമുക്കൊരു സമാധാനം ഇല്ല, നമുക്കൊരു സന്തോഷം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സംശയാതീതമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അതായത് നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ സന്തോഷം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനസികാവസ്ഥയാണ്. അപ്പൊ നമ്മൾ എഴുതുന്ന ഐ ആം ഹാപ്പി, ഐ ആം റിലാക്സ്ഡ്, ഐ ആം പീസ്ഫുൾ, ഐ ആം കാം. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഐ ആം ഹാർഡ് വർക്കിംഗ്, അല്ലെങ്കിൽ ഐ ആം ഹാർഡ് വർക്കിങ്ങിനൊക്കെ അതിന് നല്ലത്. ഈ ഹാർഡ് വർക്കിംഗ് കേൾക്കുമ്പോൾ നമുക്കൊരു അവേർഷൻ വരും അല്ലെ. ഐ ആം സ്മാർട്ട്, ഐ ആം സിസ്റ്റമാറ്റിക്. ലൈഫിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് തുടങ്ങണം, 2 റെഗുലർ ആയിട്ടൊരു കാര്യം ചെയ്യുക. എത്ര സമയം ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, നമ്മൾ സിസ്റ്റമാറ്റിക് ആണോ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഐ ആം സിസ്റ്റമാറ്റിക് നമ്മുടെ ലൈഫിന്റെ വലിയൊരു അടിസ്ഥാനമാണ്. അങ്ങനെ അടിസ്ഥാനമായിട്ട് എന്തൊക്കെ വേണോ റൈറ്റ് ഇറ്റ് ഡൗൺ. ലോകത്ത് ഇന്റർനാഷണൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഫർമേഷൻ ഉണ്ട്. അതെന്താണെന്ന്, ഇൻ എവറി ഡേ, ഇൻ എവറി വേ,
I am getting better and better. Every day in every way, I am getting better and better. ജെയിംസ് ക്ലിയർ എഴുതിയൊരു പുസ്തകമുണ്ട്, ജെയിംസ് ക്ലിയർ എഴുതിയൊരു പുസ്തകമുണ്ട്, അറ്റോമിക് ഹാബിറ്റ്സ്. എല്ലാ ട്രെയിനേഴ്സും അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ബുക്കാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഒരുപാട് പ്രചോദനം കിട്ടിയൊരു ബുക്കാണ്. കാരണം നമ്മള് അടുത്ത കാലം വരെ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ, ശരി എന്ത് കാര്യമായാലും ഞാൻ എല്ലാ ദിവസവും വായിക്കാൻ തീരുമാനിച്ചു, ഞാൻ 1 മണിക്കൂർ അതിനുവേണ്ടി നീക്കി വെക്കുന്നു. എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു, 1 മണിക്കൂർ ഫിറ്റ്നസിനായിട്ട് നീക്കി വെക്കുന്നു. ഇങ്ങനെ നീക്കി വെച്ച് വരുമ്പോൾ 24 മണിക്കൂർ തികയാതെ വരും. അപ്പൊ ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു കാര്യം എന്താണെന്നോ, നിങ്ങൾ ഈ ഡ്യൂറേഷനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടതേ ഇല്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ബോഡി ഫിറ്റ് ആകണം, ഡെയിലി എക്സസൈസ് വേണം. 1 മണിക്കൂർ എനിക്ക് നീക്കി വെക്കാനില്ല എന്ന് പറഞ്ഞ് എക്സസൈസ് ചെയ്യാതിരിക്കലല്ല വേണ്ടത്. എത്ര സമയം നീക്കി വെക്കാൻ പറ്റും? Are you able to give 15 minutes for exercise? That is enough. 15 മിനിറ്റ് കിട്ടുമോ? 10 minutes. That is okay. You start with 10 minutes. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മള് എല്ലാ ദിവസവും 1% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയാൽ മതി. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മാത്തമാറ്റിക്കലായിട്ട് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്തമാറ്റിക്സ് കള്ളം പറയാറില്ലല്ലോ. അപ്പോ അദ്ദേഹം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പറയണത്, എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ 365ാമത്തെ ദിവസമാകുമ്പോൾ നമുക്ക് ഒരു 37 മടങ്ങ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നമ്മളിങ്ങനെ 1% മതി. പക്ഷെ ആ ഇമ്പ്രൂവ്മെന്റിന് വേണ്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ പോസിറ്റീവ് അഫർമേഷൻസ്. എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് വേണ്ടത്? അതിന്റെ മനസ്സിലുണ്ടാവണം, അത് ഉറപ്പാക്കണം. അപ്പൊ ജെയിംസ് ക്ലിയർ പറയുന്ന വേറൊരു അപകടമുണ്ട്. നമ്മളിങ്ങനെ 1% മുന്നോട്ട് പോകാനുള്ളൊരു പ്ലാനിങ് നടത്തിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ 1% പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം മനുഷ്യരങ്ങനെയാണ്. നമുക്ക് വലിയ അപാര സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ബ്രെയിനിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ചെറുതല്ല വലിയ പ്രോബ്ലം. ബ്രെയിൻ ഓൾവേസ് ലുക്സ് ഫോർ ഈസി തിങ്സ്. അതുകൊണ്ടാണ്, അത് വേറൊരു വിഷയമാണ്, നമുക്ക് കംഫർട്ട് സോൺസിനോട് ഭയങ്കര താല്പര്യം. എഫേർട്ട് ഇടാതെ കാര്യങ്ങൾ നടന്നാൽ അങ്ങനെ നടന്നോട്ടെ. അപ്പൊ ഇവിടെ ഈ എഫേർട്ട് ഇടാതെ നടക്കുന്ന കാര്യങ്ങളോട് നമുക്ക് കൂടുതൽ താല്പര്യം, കംഫർട്ട് സോൺസിനോട് താല്പര്യം നമുക്ക് വരുമ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണോ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കംഫർട്ട് സോൺ പൊളിക്കാതെ രക്ഷയില്ല. അപ്പൊ നമുക്ക് കംഫർട്ട് സോണിൽ, അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിലിരിക്കും. കംഫർട്ട് സോണിലിരിക്കുന്ന ഏതൊരാളും 1% അറിയാതെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അറിയേയില്ല. 365ാമത്തെ ദിവസമാകുമ്പോൾ 1% മുന്നോട്ട് പോകുന്ന പോലെ തന്നെ കാൽക്കുലേഷൻ ഇവിടെയും നടത്താം. 1% പിന്നോട്ടാണ് പോകുന്നത്. അപ്പൊ അവസാനം 365 ദിവസം ആകുമ്പോ നമ്മള് ഇപ്പൊ എന്താണോ നമ്മൾ അത്രയും ദിവസം ആകുമ്പോഴേക്കും ഒരു 0യുടെ അടുത്ത വാല്യൂയിലേക്ക് വരും. മറ്റേത് 37 മടങ്ങ് ഇമ്പ്രൂവ്മെന്റ് ആണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ നമ്മൾ അതിന് ബോധപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ 1% പിന്നോട്ട് പോയി നമ്മൾ may tend to 0 എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറില്ലേ? നമ്മൾ ആരോഗ്യത്തിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ 0യോട് അടുക്കുമ്പോഴാണ് നമ്മൾ പിന്നെ അവെയർ ആകുന്നത്. അപ്പൊ നമ്മളൊരു ഡയറി പേനയൊക്കെ എടുത്തിട്ട് ഇത് സീരിയസ് ആയിട്ട് ചെയ്യണം. റൈറ്റ് ഡൗൺ 5 or 6 പോസിറ്റീവ് അഫർമേഷൻസ്. രാവിലെയും രാത്രിയും ഈ സംഭവങ്ങൾ നമ്മൾ മനസ്സിലൂടെ കടന്നു പോകട്ടെ. അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പീറ്റഡ് തോട്ട്സ് വരുന്നതിന് പകരം പർപ്പസ്ഫുൾ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന റിപ്പീറ്റഡ് തോട്ട്സ് മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും. കാരണം നെഗറ്റിവിറ്റിയോട് മനുഷ്യന് വല്ലാത്തൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയണതാണ്, പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് തിങ്കിങ് ആണ്. എന്താ കാരണം എന്ന് അറിയാമോ? നെഗറ്റീവ് തിങ്കിങ് ഒരു കംഫർട്ട് സോൺ ആണ്. നെഗറ്റീവ് തിങ്കിങ് ആവുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ആക്ച്വലി ഇറ്റ് ഈസ് എ കംഫർട്ട് സോൺ. അപ്പൊ അതുകൊണ്ട് ഇത് ബോധപൂർവം ചെയ്യേണ്ടതായതുകൊണ്ട് ടേക്ക് എ പെൻ, ടേക്ക് എ ഡയറി ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. എന്താണ് പോസിറ്റീവ് അഫർമേഷൻസ്? ചിലപ്പോ ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, എനിക്കൊരു എക്സ്ട്രോവേർട്ട് ആകണമെന്ന് ആഗ്രഹമുണ്ട്. അതറിയാലോ, ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി, എക്സ്ട്രോവേർട്ട് പേഴ്സണാലിറ്റി. 2 പേഴ്സണാലിറ്റിക്കും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ട്. എന്നാലും സാധാരണഗതിയിൽ ഇൻട്രോവേർട്ട് ആയവർ അവരുടെ
പ്ലസ് ഒന്നും തിരിച്ചറിയാതെ എക്സ്ട്രോവേർട്ടായവരോട് ഒരു ആരാധനയൊക്കെ വരും, അതുപോലെ ആകണമെന്ന് തീരുമാനിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നടത്തിയെടുക്കാം. നമ്മളെ അഫർമേഷനിൽ ചേർത്താൽ മതി, ഐ ആം ഹൈലി സോഷ്യബിൾ. അപ്പൊ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഞാൻ സോഷ്യബിൾ ആണ്, ഞാൻ ചെല്ലും, ആളുകളോട് സംസാരിക്കും. അങ്ങനെയുള്ളവരാണല്ലോ സാധാരണ എവിടെ ചെന്നാലും അവർ ഫ്രണ്ട്സിനെ ഉണ്ടാക്കും, പോലീസ് സ്റ്റേഷനിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്ത് ആഗ്രഹമാണെങ്കിലും അതെന്റെ ജീവിതത്തിൽ വേണ്ടതാണ്, വളരെ പോസിറ്റീവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എഫർമേഷൻസ് ആക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മുന്നോട്ട് പോവുക. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം റെഡിയാക്കുക, പിന്നെ അതൊക്കെ നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറും. മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്രെയിൻ ഓൾവേസ് ലുക്സ് ഫോർ ഈസി തിങ്സ്. അതുകൊണ്ട് നമുക്ക് കംഫർട്ട് സോൺസിനോട് ഒരുപാട് താല്പര്യമുണ്ട്. ഈ കംഫർട്ട് സോൺ പൊളിക്കാനുള്ള വഴിയും നമ്മുടെ ഉള്ളിലുണ്ട്. അതെന്താണെന്നോ, ഈ കംഫർട്ട് സോൺ പൊളിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കംഫർട്ട് സോണിന്റെ വെളിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതിരാവിലെ എഴുന്നേൽക്കുക നല്ല കാര്യമാണ്, വളരെ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഡെയിലി റെഗുലർ സ്റ്റഡി, ഇതൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ നടക്കില്ല. കാരണം ദോസ് തിങ്സ് ആർ ഔട്ട് ഓഫ് കംഫർട്ട് സോൺ. അപ്പൊ എത്ര ബുദ്ധിപൂർവ്വമാണ് നമ്മുടെ ജീവിതം സംവിധാനം ചെയ്തു തന്നിരിക്കുന്നത് അല്ലേ? ഇത് വേണമെന്നുണ്ടെങ്കിൽ നീ പണിയെടുക്കണം, അല്ലാതെ ഇതൊന്നും നടക്കില്ല. അപ്പോ നമ്മൾ ആ റെഗുലാരിറ്റി, ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആവുക, ഇതെല്ലാം കംഫർട്ട് സോണിന്റെ വെളിയിലാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് നന്നായി അറിയാം. അപ്പൊ ഇതിന് നമ്മളെ സഹായിക്കുന്ന കാര്യം എന്താണോ, ബ്രെയിൻ സപ്പോർട്ട്സ് ഹാബിറ്റ്സ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, കംഫർട്ട് സോണിന് വെളിയിലുള്ള കാര്യങ്ങൾ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. ഹാബിറ്റ് ആക്കുക എന്നുള്ളതാണ്. ഹാബിറ്റാക്കി മാറ്റിയാൽ നമ്മളത് ചെയ്തിരിക്കും, അത് കംഫർട്ട് സോണിന്റെ ഉള്ളിലായി എന്നർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകൾ നമ്മൾ തിരിച്ചറിയണം. പിന്നെ രണ്ടാമത്തതാണ് വിഷ്വലൈസേഷൻ എന്ന് പറയും. നമ്മളൊരു 10 മിനിറ്റ് കണ്ടച്ചിരുന്ന് നമ്മളൊരു ഇംപ്രൂവ്ഡ് സ്റ്റേജിലാകുന്ന ആ ചിത്രങ്ങളില്ലേ, അത് കണ്ട് ശീലിക്കുക. നമ്മൾ കണ്ണടച്ചിരുന്നു, നമ്മള് ഒരു പ്രസന്റേഷൻ നടത്താൻ പോകുന്നു. അപ്പൊ ഞാൻ ഐ ആം ഗുഡ് അറ്റ്, അല്ലെ ഐ എം എ ഗുഡ് പബ്ലിക് സ്പീക്കർ, ഒരു പ്രസംഗം നടത്താൻ പോകുന്നു. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളൊരു പബ്ലിക് സ്പീക്കർ ആകാൻ പോവുകയാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അടുത്ത ആഴ്ചയിലാണ് നമ്മുടെ ഒരു പബ്ലിക് സ്പീച്ച് നമ്മൾ നടത്താൻ പോവാണ്. നമ്മൾ ആ സ്റ്റേജിൽ കയറി, നമ്മൾ നേരെ തിരിച്ചാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. നമ്മൾ സ്വപ്നം കാണും, സ്റ്റേജിൽ കയറി നിന്നും ഒന്നും കിട്ടാതെ ഇറങ്ങിപ്പോടുന്ന സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. പരീക്ഷ എഴുതുന്ന നേരത്ത് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണും. അതിന്റെ ഒരു കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ വരുന്ന ഈ ചിന്തകൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നത്, നന്നായിട്ട് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ ആ ചിത്രം ഉണ്ടാവും, ഞാൻ നന്നായിട്ട് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നു. അങ്ങനെ ചിത്രം മനസ്സിൽ കാണുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ കണ്ടിട്ട് എന്താ കാര്യമൊന്നും ചിലർ തിരിച്ചു ചോദിക്കും. ശരി, കണ്ടിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ കാണുന്നില്ല. നീ കണ്ടാലെന്താ കുഴപ്പം? കണ്ടാല് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കാണുന്നു എന്ന് വിചാരിക്കണ, അങ്ങനെ കാണുന്നതല്ലേ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനേക്കാളും നല്ലത്. നമുക്കറിയില്ല ഔട്ട്കം എന്തായിരിക്കും എന്ന് നമുക്കറിയാത്ത സ്ഥിതിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് നമുക്ക് നല്ലത്. 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് അവിടെ കയറി നിന്ന് ഞാനാകെ പരവശനായി ഇറങ്ങിപ്പോകുന്നു എന്ന് ചിന്തിക്കാം. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിന്ന് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാം. ഇതിന് ഏത് വേണമെന്നുള്ളതും നമുക്ക് തീരുമാനിക്കാമല്ലോ. ഏതായാലും വളരെ ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആ ചിത്രം മനസ്സിൽ വന്നാൽ എന്താ പ്രശ്നം? അല്ലാത്ത ചിത്രം എന്തിനാണ് വരുത്താൻ നടക്കുന്നത്? അതുകൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി 3ാമത്തെ കാര്യമാണ് കേട്ടോ, എക്നോളജിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബ്ലെസ്സിങ്സ് തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നിരന്തരം ചിന്തിക്കണം, അതിന് നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് വലിയൊരു പ്രയോജനമുള്ളത് നമ്മളെ വളരെ പോസിറ്റീവ് ആക്കുന്ന ഒന്നാണ് കേട്ടോ, നമ്മുടെ മനസ്സിനെ വളരെ സ്ട്രോങ് ആക്കുന്ന ഒന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും വലിയ പ്രയോജനം, നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ കുറിച്ചാണല്ലോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ബ്ലെസ്സിങ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരും.
അത് നമ്മളെ പവർഫുൾ ആക്കും. എൻ്റെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് മറന്നു പോകരുത്. ഇന്നത്തെ ദിവസം എനിക്കുണ്ടായ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്. പിന്നെ പൊതുവെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള എന്തുമാത്രം ബ്ലെസ്സിങ്സ് ഉണ്ടല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എഴുന്നേക്കാൻ പറ്റുന്നത് തന്നെ വലിയ ബ്ലെസ്സിങ് അല്ലേ ഇപ്പോ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. എത്ര പേർക്കാ രാവിലെ എഴുന്നേക്കാൻ പറ്റാതെ വരുന്നത്? മരിച്ചു പോയിട്ടൊന്നുമല്ല, സ്ട്രോക്ക്. അതുപോലെ തന്നെയാണ് രാവിലെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നു. രാത്രി നമ്മുടെ ഒപ്പം ഉറങ്ങിയ 1 മില്യൺ ആളുകളെങ്കിലും ഇന്ന് എഴുന്നേറ്റിട്ടില്ല, മരിച്ചു തട്ടിപ്പോയിട്ടുണ്ടാവും. 10 മില്യൺ ആളുകൾക്കെങ്കിലും സ്വന്തപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു ദിവസം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എത്ര നന്ദിയുള്ളവരായിരിക്കണം അല്ലെ. ഈ മനോഹരമായ ഭൂമിയിൽ ഒരു ദിവസം കൂടി നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലേ? ഹലോ. അപ്പൊ അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ തന്നെ നമ്മൾ കീപ്പപ്പ് ചെയ്യണമെന്നാണ് മൈൻഡ് പവറിന്റെ ബുക്സിൽ പറയുന്നത്. കാരണം അത് നമ്മുടെ മനസ്സിനെ വളരെ പോസിറ്റീവ് ആക്കുകയും നമ്മൾ ഈ എഫർമേഷൻസ്, വിഷ്വലൈസേഷനൊക്കെ നമ്മളെ ഒരുപാട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. പക്ഷെ നമുക്ക് ഒരു ശീലമുള്ളത്, ഒരുപാട് പേർക്കും ആ ഒരു ഏറ്റവും ഈ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഉണ്ടാവാറില്ല. നമുക്കൊരു കാര്യം നടന്നു, നമ്മളതങ്ങ് പിന്നെ വിട്ടു, അയാൾ ചെയ്തു, അത് അയാൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മറന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ നടന്ന എത്രയും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും, അതെല്ലാം നമ്മൾ മറന്നു പോകാനിടയുണ്ട്. അപ്പൊ അതൊക്കെ എഴുതി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല് കാത്തു സൂക്ഷിക്കണം. അത് നമ്മളെ ഒരുപാട് പോസിറ്റീവ് ആക്കുന്ന, നമ്മുടെ ആ മനസ്സെന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അത് നമ്മുടെ കൺട്രോളിലാക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഒരു റീഡയറക്റ്റഡ് ആകുന്നു എന്ന് പറയാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ വളരെ നെഗറ്റീവ് ആണെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്, നമ്മുടെ തോട്ട്സിനെ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വെറുതെ ഇരുന്നാൽ റീഡയറക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് നമ്മൾ എഫേർട്ട് ഇടണം. വി ഹാവ് ടു ബ്രേക്ക് അവർ കംഫർട്ട് സോൺസ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ലൈഫ് സ്കിൽസിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ പല കാര്യങ്ങളും വേണമെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒരു പബ്ലിക് സ്പീക്കർ ആകണം. Can you hear me? Yes, ma'am. Yeah. ഓക്കെ. അപ്പൊ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ഈ ജീവിതത്തെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ്, അപ്പൊ മനസ്സും ബ്രെയിനും തമ്മിൽ എവിടെയൊക്കെ റിലേഷൻ ഉണ്ടാകാട്ടോ. കാരണം ചിന്തകളുടെ കേന്ദ്രം എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അത് എവിടെയോ ആണ്, ബ്രെയിനിന്റെ എവിടെയോ കേന്ദ്രത്തിലായിരിക്കാം. ആ ഒരു പ്രത്യേക ഭാഗത്തിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ സ്കിൽസിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതാണ് സ്കിൽസ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സ്കിൽസ്. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ധൈര്യവതിയാണ്. അത് മറ്റുള്ളവർക്ക് എങ്ങനെയാ മനസ്സിലാകുക? നമ്മുടെ സംസാരത്തിൽ നിന്നും നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും ആണത് മറ്റുള്ളവർക്ക് മനസ്സിലാകുക. നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? നമ്മുടെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹമുണ്ട്, നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാണ്, മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് ചിന്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് വരണമെങ്കിൽ നമ്മുടെ ആ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് സാധ്യമാകുന്ന സ്കിൽസ് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഐ ആം കാം, റിലാക്സ്ഡ്, ഈ ഒരു ലെവലിലേക്ക് ഞാൻ കൃത്യമായിട്ട് എത്തണമെങ്കിൽ ടൈം മാനേജ്മെന്റ് സ്കിൽസ് എന്നെ സഹായിക്കും. അങ്ങനെയുള്ള സ്കിൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളൊക്കെ എന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിക്കുമ്പോൾ തുടങ്ങി. അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലർ പറയും ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന നിമിഷം തുടങ്ങി നമ്മൾ അനുഭവിക്കുന്നു ആ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ നടത്തുന്നത്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, നമ്മൾ കരയുന്നു. അത്രയും നാൾ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വളരെ സുഖകരമായ ഒരു അവസ്ഥയിലാണ്. അത്
അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട്, നമ്മളത് കരഞ്ഞു പോകുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എത്രയോ കുഞ്ഞുനാളിൽ ജനിക്കുമ്പോൾ തുടങ്ങി സംഭവിച്ച കാര്യമാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രോബ്ലംസിന്റെയും അടിസ്ഥാന കാരണം ഈ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ പലപ്പോഴും നടത്തുന്ന ചില പ്രസ്താവനകളില്ലേ, അയാൾ പറഞ്ഞതിനോടും എനിക്ക് യോജിപ്പ് കുറവൊന്നുമില്ല, പക്ഷെ അയാൾ പറഞ്ഞ രീതി എനിക്ക് ഒട്ടും പിടിച്ചില്ല, അത് ഒരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ എന്നെ അയാൾ തെറ്റിദ്ധരിച്ചു, ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്, എന്നിട്ട് അയാള് അത് തെറ്റിദ്ധരിച്ചു. പിന്നെ അയാൾ പറഞ്ഞത് കള്ളത്തരമാണ്. ഇങ്ങനെ നമ്മളെ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രസ്താവനകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ? ഈ സ്കിൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ഇത് ജനിക്കുമ്പോഴേ അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എന്താണ് ചെയ്യുന്നത് അത് കണ്ടു പഠിച്ചിട്ടുള്ളതാണ്. അല്ലാണ്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്, അതിൽ വരുന്ന അപാകതകൾ എന്തൊക്കെയാണ്, ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതാക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനുണ്ട്. വേർബൽ കമ്മ്യൂണിക്കേഷൻ, വാക്കുകൾ ുള്ള കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ വാക്കിലൂടെ അല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷൻ, ടോൺ പോലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മളൊരു വാചകം പറയാണ്, ഒരൊറ്റ വാചകം, ജോൺ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ ഷീലയോട് പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ഒരു വാചകം നമുക്ക് ടോൺ ഒന്ന് മാറ്റി പറയാം, ഒരു വാക്കും മാറ്റിണ്ട. ജോൺ എന്നുള്ളൊരു ഭാഗത്തിന് ഉറപ്പ് കൊടുത്ത് പറഞ്ഞാൽ ജോൺ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ ഷീലയോട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ അർത്ഥം? വേറെ ഒരുപാട് പേര് വിഡ്ഢികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജോൺ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ജോൺ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ ഷീലയോട് പറഞ്ഞിട്ടില്ല. ജോണിനെ കുറിച്ച് വേറെ പലതും പറഞ്ഞു കാണും, സ്കൗണ്ടറിലാണെന്നോ റാസ്കലാണെന്നോ, പക്ഷെ വിഡ്ഢിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജോൺ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ ഷീലയോട് പറഞ്ഞിട്ടില്ല. വേറെ ഒരുപാട് പേര് പറഞ്ഞു കാണും, ഞാൻ ഒഴികെ. ഇനി ജോൺ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ ഷീലയോട് പറഞ്ഞിട്ടില്ല. നാട്ടുകാരോട് മൊത്തം പറഞ്ഞു കാണും, ജോൺ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ ഷീലയോട് പറഞ്ഞിട്ടില്ല. ഇനി പറയുമായിരിക്കും, എഴുതിയിട്ടുണ്ടാവാം, ഇതുവരെ എന്റെ നാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് കേട്ടോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ കോംപ്ലക്സ് ഫിനോമിനൻ. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു സ്കില്ലാണ്, ടെക്നിക്സ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ചില കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഒക്കെ വളരെ പവർഫുൾ ആണ്. പ്രത്യേകിച്ച് നെഗോഷിയേഷൻ, കമ്മ്യൂണിക്കേഷന്റെ ഒരു പാർട്ടാണ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്കൊരു ഒരു പൊതുവായൊരു തീരുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് നെഗോഷിയേഷൻ സ്കിൽസ്. രണ്ട് കൂട്ടർക്ക് സ്വീകാര്യമായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നെഗോഷിയേഷൻ സ്കിൽ. അതൊരു സ്കില്ലാണ്. അപ്പൊ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ നെഗോഷിയേഷനെ സഹായിക്കുന്ന 1-2 ടെക്നിക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. ഫോർഗോൺ കൺക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. അതായത് നമുക്ക് എന്താണോ ഉത്തരം കിട്ടേണ്ടത് അതിലേക്ക് നമ്മൾ പതുക്കെ മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. പക്ഷെ നമ്മുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം കേട്ടോ, അയാൾക്ക് വേല വെക്കാനാകരുത്. അപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ക്ലാസ്സിൽ ചെന്ന് നമുക്ക് അടുത്ത ആഴ്ച ഒരു ടെസ്റ്റ് എഴുതണം, അപ്പോൾ നിങ്ങളെന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പരീക്ഷ എഴുതാൻ ഞങ്ങൾ റെഡിയാണെന്നുള്ള ഉത്തരം അവിടെ നിന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം അപ്പുറത്തിരിക്കുന്നവർ സ്റ്റുഡൻസ് ആണ്. അതേസമയം നമ്മൾ ഇങ്ങനെ പറയാണ്, അടുത്ത ആഴ്ച ഒരു പരീക്ഷയുണ്ട്, എഴുതണം, അത് നിങ്ങൾ ബുധനാഴ്ച എഴുതുമോ വെള്ളിയാഴ്ച എഴുതുമോ എന്ന് ചോദിച്ചു നോക്കും. അവരെല്ലാവരും കൃത്യമായിട്ട് പറയും അത് ഞങ്ങൾ വെള്ളിയാഴ്ച എഴുതിക്കോളാം. അപ്പൊ അതാണ് ഫോർഗോൺ കൺക്ലൂഷൻ. പിന്നെ ചേഞ്ച് ദ ലെവൽ. നമ്മൾ ഈ നെഗോഷിയേഷൻ സ്കിൽസ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നെഗോഷിയേഷൻ സ്കില്ല് വേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോകോൾ ഒക്കെ കൊണ്ടുവന്ന പ്രശ്നം, ആ പ്രോട്ടോകോൾ മാറ്റിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആവും. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ആ പ്രോട്ടോകോൾ മാറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഞാനെനിക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. അപ്പൊ അവിടെ താമസിക്കാനൊക്കെ മുറികളുണ്ട്. അപ്പൊ ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാള് നമുക്ക് മുറി ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. പക്ഷെ ആ മുറി എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല. ഇറ്റ് വാസ് നോട്ട് ക്ലീൻ അറ്റ് ഓൾ. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചു. അപ്പൊ ഞാൻ എങ്ങനെ ഇവിടെ കിടക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഇവിടെ സ്വീപ്പർമാരില്ല,
ഒരാൾ പോയിട്ട് വേറൊരാൾ അപ്പോയിന്റ് ചെയ്തെങ്കിൽ അയാൾ പെട്ടെന്ന് ലീവ് എടുത്തു പോയി, അങ്ങനെ കുറേ ഒഴിവഴിവുകളൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെ മുറി കയറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ചൂലും അടിച്ചു വരുന്ന സാധനവും ഉണ്ടോ? അത് കേട്ടപ്പോ അവർ ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ നമ്മളെന്താ ചെയ്യണത്? ചേഞ്ച് ദ ലെവൽ. നമ്മളിപ്പോ ഞാൻ വലിയ ലെവലിലുള്ള ആളാണ്, അതുകൊണ്ട് മുറി വേറെ ആൾ ക്ലീൻ ചെയ്യട്ടെ, അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്ക് വലിയ പ്രശ്നമായിട്ടാ. എന്നെ നിർബന്ധിച്ച് മുറിയിലേക്ക് തിരിച്ചുകൊണ്ട് ഞാൻ ആക്കി. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റൂമിന്റെ പുറത്തൊരു മുട്ട് കെട്ട് നോക്കിയപ്പോൾ ഒരാൾ ബക്കറ്റും ചൂലും ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് ചേഞ്ച് ദ ലെവൽ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ജോസഫ് ഇവിടെ പരാമർശിച്ചില്ലേ മഹാരാജാസ് കോളേജില്, ഐ ഹാഡ് എ വെരി ഹാപ്പി ടൈം. അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ പ്രക്ഷുബ്ധരായിട്ട് വരുന്ന വിദ്യാർത്ഥി നേതാക്കളോടൊക്കെ നിങ്ങൾ അവിടെ ഇരിക്കും, ഇരുന്ന് സംസാരിക്കാം. ഒരുപക്ഷെ അവർ വീണ്ടും നമ്മളോട് പറയും ഞങ്ങൾ അങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും 2 ഭാവങ്ങളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒന്ന് ക്രിട്ടിക്കൽ പാരന്റ് ഈഗോ സ്റ്റേറ്റ്, ശകാരഭാവം. 2 നർച്ചറിങ് പാരന്റ് ഈഗോ സ്റ്റേറ്റ്, സാന്ത്വന ഭാവം. ഏത് കാര്യവും നമുക്ക് ഈ 2 ഭാവങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് സാന്ത്വന ഭാവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഗുണം മറ്റേയാൾ പ്രൊവോക്ഡ് ആവില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അവരിയ്ക്കാനും ഞങ്ങൾ അങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട എന്ന് പറയുമ്പോഴും വീണ്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നർച്ചറിങ് പാരന്റ് ഈഗോ സ്റ്റേറ്റിലാണ്. നിങ്ങൾ അവിടെ ഇരിക്കൂ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. 4-5 തവണ ഈ റിപ്പീറ്റഡ് തോട്ട് അവരിലേക്ക് കടത്തി വിടുമ്പോൾ അവരിയ്ക്കും. ഇതൊക്കെ ഒരു മൈൻഡ് മെക്കാനിസം ആണ്. എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ വരുന്ന ഒരു ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. മനുഷ്യർക്ക് ഒരിക്കലും ഒരേ മാനസിക ഭാവത്തിൽ കുറേ സമയമായിരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് പറയും ഇരുന്ന് കഴിയുമ്പോ, ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് ചിന്തിക്കുമ്പോഴേ ഞങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലം ഉള്ളൂ മാം എന്ന് പറഞ്ഞ് എത്രയോ തവണ അവർ പിരിഞ്ഞു പോയിരിക്കുന്നു. ഇവിടെയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഇമോഷണൽ കൺട്രോൾ, ഇതെല്ലാം നമ്മളെ അവിടെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. റിലേഷൻഷിപ്സ് ഒരുപാട് നമ്മളെ സഹായിക്കില്ലേ? ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെയും ഫൈറോബി എന്നൊക്കെ പറഞ്ഞ ഒരു എക്സസൈസ് ഒക്കെ ഉണ്ട്, ഒരു ടൂൾ ഉണ്ട്. മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിം വർക്ക്. നമ്മളെയും മനസ്സിലാക്കണം, മറ്റുള്ളവരെയും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നമ്മുടെ പെരുമാറ്റ രീതി ഡയറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ. ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ മനസ്സിന്റെയും ലൈഫ് സ്കിൽസിന്റെയും സാധ്യതകൾ അനന്തമാണ്. നമുക്ക് കുറേ കൂടി ഹാപ്പി ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുവരാൻ ഇത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അത് നമുക്കൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മനസ്സിന്റെ പടം വരച്ച് മനസ്സിങ്ങനെയാണ്, മനസ്സങ്ങനെയാണ്, അതിന്റെ അങ്ങനെയേക്കാൾ അധികം അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യുമ്പോൾ. ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഒബ്സർവേഷണൽ മെത്തേഡാണെന്ന് പറയാം. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്ത് അവരെങ്ങനെയാണ് പെരുമാറുന്നത്, ഈ സാഹചര്യത്തിൽ അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ ഇത്രയും അറിവ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പെട്ടെന്ന് ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ്. അവിടെയും എനിക്ക് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. ബേസിക്കലി ഐ ആം എ മാത്തമാറ്റിക്സ് ടീച്ചർ. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു 3 ഫോർമുല ഈ ലൈഫ് സ്കിൽസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റും മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസിന്റെ കോണ്ടെക്സ്റ്റിൽ. ഒന്നാമത്തെ എന്താണെന്നോ, നമ്മുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഫോർമുല ആയിരിക്കും തീർച്ചയായിട്ടും. നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതിന് നമ്മൾ ഇവന്റ്സ് എന്ന് വിളിച്ചാൽ, ഈ ഇവന്റ്സ് നമ്മുടെ കൺട്രോളിലുള്ളതുണ്ട്, കൺട്രോളിൽ ഇല്ലാത്തതുണ്ട്. ഇവന്റ്സ് അങ്ങനെയാണെങ്കിലും റെസ്പോൺസ് എപ്പോഴും നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഇവന്റ്സിനോടുള്ള, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ റെസ്പോൺസ് പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ളതാണ്. അവിടെ നോ എക്സ്ക്യൂസ്. എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ സാധ്യത ഉപയോഗിക്കാത്തത് കൊണ്ടാണ്, അല്ലേ? നമ്മുടെ ആ തോട്ട് പ്രോസസ് എന്തുമാത്രം പവർഫുൾ ആണ്. അതിനെ റീഡയറക്ട് ചെയ്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളും. നമ്മുടെ ആ റിപ്പീറ്റഡ്
തോട്ട്സ് ആണ് തീരുമാനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പൊ റെസ്പോൺസ്, അപ്പൊ ഈ അതിനെ മാത്തമാറ്റിക്കൽ ഫോർമുലയായിട്ട് ഇങ്ങനെയാണ് പറയാറുള്ളത്, ഇവന്റ് E+R = O എന്ന് പറഞ്ഞ ഔട്ട്കം. ഇവന്റ് റെസ്പോൺസും ചേരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ റെസ്പോൺസ് നമ്മുടെ കൺട്രോളിലാണ്. അത് അനുഭവിക്കണമെങ്കിൽ മനസ്സെന്താണ്, മനസ്സിനെ റീഡയറക്ട് ചെയ്യാൻ പഠിക്കണം, സ്കിൽസ് സ്വന്തമാക്കണം. ഇനി രണ്ടാമത്തെ ഫോർമുല, അത് മനുഷ്യന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു ഫോർമുലയാണ് കേട്ടോ. മനുഷ്യന്റെ കാര്യത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മനുഷ്യർ വളരെ വ്യത്യസ്തരാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് നമ്മൾ മനസ്സിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമല്ലേ, ഓരോരുത്തരുടെ തോട്ട് പ്രോസസ് ഒക്കെ വ്യത്യസ്തമാണ്. അത് നമ്മുടെ സ്വന്തമാണെങ്കിലും എല്ലാവരും യുണീക്കാണ്, എല്ലാം യുണീക്കാണെന്ന് പറയാം. അപ്പൊ അവിടെ നമ്മുടെ പെർഫോമൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുല എന്താന്ന് വെച്ചാൽ, പെർഫോമൻസ് ഈസ് ഈക്വൽ ടു എബിലിറ്റി ഇൻറ്റു മോട്ടിവേഷൻ. അവിടെ എബിലിറ്റിയെ കുറിച്ച് ഒരു സംശയവും വേണ്ട കേട്ടോ. നോർമൽ ഹ്യൂമൻ ബീങ്സിന്റെ എബിലിറ്റിയെ കുറിച്ച് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. വി ആർ ബ്ലെസ്ഡ് വിത്ത് അൺലിമിറ്റഡ് എബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയല്ല അല്ലേ. പെർഫോമൻസ് ചിലർ വളരെ ഹൈ ലെവലിലാണ്, ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ചിലരുടെ പെർഫോമൻസ് ലെവൽ ഈസ് വെരി ലോ. സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്ന ചിലരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അയാൾ വന്നാലും കണക്കാണ്, വന്നില്ലെങ്കിലും കണക്കാണ്. വീട്ടിൽ അങ്ങനെ തന്നെയാണ്. വീട്ടിലും ചില ആളുകൾ ഉള്ളത് നമുക്കാണ്, ഇല്ലാത്തതും കണക്കാണ്. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. പെർഫോമൻസ് ലെവൽ ഈസ് വെരി ലോ. നമുക്കത് സീറോയിൽ നടക്കുക, അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്ന് തന്നെ ചിന്തിക്കുക. അപ്പൊ പെർഫോമൻസ് ഈസ് ഈക്വൽ ടു എബിലിറ്റി ഇൻറ്റു മോട്ടിവേഷൻ. അത് സീറോ കിട്ടണമെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സിലും ഒരെണ്ണം സീറോ ആയാലേ മതിയാവുള്ളൂ. ഒരെണ്ണം സീറോ ആയേ മതിയാവും. കാരണം അത് മാത്തമാറ്റിക്സ് ആണല്ലേ, എബിലിറ്റി ഇൻറ്റു മോട്ടിവേഷൻ. എബിലിറ്റി ക്യാൻ നെവർ ബി സീറോ. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ മോട്ടിവേഷൻ സീറോ ആയേക്കാം. മോട്ടിവേഷൻ എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അവിടെ നമുക്ക് ഈ മനസ്സിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുന്നത്, ഈ മോട്ടിവേഷൻ രണ്ടു തരത്തിൽ വരും. ഒന്ന് സെൽഫ് മോട്ടിവേഷൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ, പിന്നെ പുറമേ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മോട്ടിവേഷൻ പുറമേ നിന്ന് കിട്ടിയാലും അത് പവർഫുൾ തന്നെയാണ്. പക്ഷെ ഈ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ ഇല്ലേ, അത് നമ്മുടെ മനസ്സാണല്ലേ, നമ്മുടെ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ്. അത് നമ്മളെ എന്തുമാത്രം നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്നു. ആ തോട്ട്സിന് തീർച്ചയായിട്ടും നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയും. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടറായിട്ട് മാറും. അതിൽ യാതൊരു സംശയമില്ല. മൂന്നാമത്തെ ഒരു ഫോർമുല എന്താണെന്നോ, ഹാപ്പിനെസിന്റെ ഒരു ഫോർമുലയാണ് കേട്ടോ. ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു റിസൾട്ട് ബൈ എക്സ്പെക്ടേഷൻ. അത് ചിലപ്പോൾ മോട്ടിവേഷന്റെ കോണ്ടെക്സ്റ്റിൽ അത്ര അനുയോജ്യമല്ല എന്ന് നമ്മൾ പറയും. എന്തായാലും അതിൽ കാര്യമുണ്ട്. നമ്മൾ ഈ സന്തോഷം വരുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ശരിക്കും റിസൾട്ട് അല്ല നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്, സന്തോഷത്തിന്റെ ഒരു വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് എക്സ്പെക്ടേഷനും കൂടി അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. റിസൾട്ട് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നതാണ് എക്സ്പെക്ടേഷൻ. അപ്പോ ഈ എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് റിസൾട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. ഇപ്പൊ എൻ്റെ മകനോ മകൾക്കോ SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, എനിക്കൊരു സന്തോഷമില്ല. അതിന്റെ കാരണം എന്താ, ഞാൻ അയാൾക്ക് ഡിസ്റ്റിങ്ഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അതേസമയം ഞാൻ അയാൾക്ക് ജസ്റ്റ് പാസ് മാർക്കാണ് എക്സ്പെക്ട് ചെയ്തത്, അപ്പൊ ഫസ്റ്റ് ക്ലാസ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. കാരണം എക്സ്പെക്ടേഷൻ ലെവൽ ലോ ആകുമ്പോൾ നമുക്ക് സന്തോഷം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളിങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷനിലേക്ക് പോകേണ്ട, റിയാലിറ്റിയിൽ നിൽക്കുക. എക്സ്പെക്ടേഷൻ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ആ പ്രസന്റ് മൊമെന്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. കാരണം ഹാപ്പിനെസ്സും എക്സ്പെക്ടേഷനും തമ്മിൽ ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് എക്സ്പെക്ടേഷൻ അങ്ങേയറ്റത്തായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ആ ഒരു തിയറിയാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മള് ഏകദേശം 1 മണിക്കൂറോളം ഇത്തരം കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു.
പക്ഷെ ഇതിന്റെ ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില ആളുകൾ ചെയ്ത കാര്യങ്ങൾ, എഫർമേഷൻസ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, ഇതെല്ലാം ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ചില റിസൾട്ട്. അപ്പൊ ഞാൻ ഈ ട്രെയിനിങ് കോഴ്സ് നടത്തുമ്പോൾ അവരെന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളാക്കി അവരെ കൂടെ നിർത്താറുണ്ട്. അപ്പൊ അവരവരുടെ ജീവിതത്തിൽ സംഭവിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ചിലർ പുസ്തകം എഴുതുന്നു, എഫർമേഷൻ ആണ് അതിൽ സഹായിച്ചിട്ടുള്ളത്. ഐ ആം ആൻ ഓഥർ, അല്ലെ, ഞാൻ ഒരു പുസ്തകം രചിക്കുന്ന ഒരാളാണെന്ന് സ്വയം എഫർമേഷൻ നടത്തി. കഴിഞ്ഞ മാസം ഒരാളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ മനസ്സിലത് ഉണ്ടായിരുന്നു. അവസാനം ഞാനും കൂടെ എഴുതി പുസ്തകം കംപ്ലീറ്റ് ആക്കി. നല്ലൊരു ആൽബം, മ്യൂസിക് ആൽബം ഇറക്കിയ ഒരു ശ്രീകല എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആൽബം. അപ്പൊ അവരെല്ലാവരും പറയണത് ആ മനസ്സിന് ഇങ്ങനെ ലൈവ്ലി ആയിട്ട് ആ തോട്ട് പ്രോസസ് ഇങ്ങനെ റീഡയറക്ട് ചെയ്ത് നിർത്തിയത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഇവരുടെ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമ്മൾ തിരിച്ചു പിടിക്കാൻ നമ്മുടെ മനസ്സ് സഹായിക്കും. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. നമുക്ക് മനസ്സിലെടുത്തോളം കാലം ഒന്നിനെയും പേടിക്കാനില്ല. കാരണം അതിനെ റീഡയറക്ട് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. അത് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം വന്നാലും നമുക്ക് അചഞ്ചലരായിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ മനുഷ്യരാണ്, ചെറിയൊരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ചില അവസരങ്ങൾ നമ്മൾ വല്ലാതെ ഡൗൺ ആകും, പക്ഷേ ഈ ചിന്ത നമ്മൾ മുന്നോട്ട് നയിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതികരണങ്ങൾ ഉണ്ടെങ്കിൽ ആവാം. Thank you so much, Mary ma'am. Such a wisdom sharing. ഓക്കെ, ഒരു വാക്ക് ഒന്നും പറയാനില്ല, അത്രയും നന്നായിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അഫർമേഷൻ ജീവിതത്തിൽ ഭാഗമാക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. മൈൻഡ് പവറിനെ കുറിച്ച് പറഞ്ഞു തന്നു. അത് മാത്രമല്ല മാം, സ്പോണ്ടേനിയസ് ഓൺ ദ സ്പോട്ട് റെസ്പോൺസ് പോലും കിട്ടി. ഈ മാമിന്റെ ക്ലാസ്സിനുള്ള റെസ്പോൺസ് പോലും വിൽസൺ സർ തന്നു കഴിഞ്ഞിരിക്കുന്നു. മൈ നെക്സ്റ്റ് ബുക്ക് ഈസ് കൺഫേംഡ് ആഫ്റ്റർ ദിസ് മീറ്റിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ റിസൾട്ട് പോലും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മണിക്കൂറിനുള്ളിൽ. അപ്പോ മാമിന്റെ ക്ലാസ് അത്രയധികം പ്രയോജനപ്പെട്ടു എന്ന് വേണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ. എല്ലാവർക്കും പറയാനുള്ള ഒരു അവസരമാണ്. എന്തെങ്കിലും മാമിനോടൊരു ഡൗട്ടോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരിക. പ്ലീസ്. ഓക്കെ, ആദ്യം തന്നെ ടീച്ചറെ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് പോൾ പടയാട്ടി സാറ് ടീച്ചറെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും. സത്യം പറഞ്ഞാൽ വീഡിയോ അയച്ചൊന്നും ഞാൻ കാണാൻ പറ്റിയില്ല, സമയം ഉണ്ടായില്ല. ഞാനിവിടെ കാനഡയിലാണ് ഇരിക്കുന്നത്. ഞാന് നിങ്ങളെപ്പോലെ സൈക്കോളജി പഠിക്കുകയോ ബേസിക് ആയിട്ടുള്ള യാതൊരു വിദ്യാഭ്യാസമുള്ള ഒരാളല്ല. ഐ എം എ സീറോ. ഐ എം എ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണ്. തൃശ്ശൂരിലെ കേരള കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നാട് വിട്ടുപോയ ഒരു വ്യക്തിയാണ്. 45 വർഷമായിട്ട് ഇന്ത്യയിലും സൗദി അറേബ്യയിലും ഇപ്പോൾ കാനഡയിലുമായിട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അപ്പോ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു പുസ്തകം എഴുതി. അനേക വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളെയൊക്കെ ചുരുക്കൂട്ടിക്കൊണ്ട് ഒരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിന്റെ പേര് വിൽക്കാനുണ്ട് കേരളം എന്നാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ വണ്ടടിച്ചു പോകും. നിങ്ങൾ കേരളത്തിലെ പ്രൊഫസർമാരും ഡോക്ടർമാരും വക്കീലുമാരും കേരളം വിൽക്കുകയോ, എന്താണ് തനിക്ക് വട്ടാണോ? കാനഡയിൽ കിടക്കുന്ന താൻ കേരളം വിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ, ആ പേര് കൊണ്ട് തന്നെ അത് വലിയ വിവാദമായി മാറി. അപ്പോ ഈ പുസ്തകത്തിന്റെ ഒരു പ്രകാശനം ഡൽഹിയിൽ വെച്ച് നടന്നപ്പോൾ ഡൽഹി മലയാളികളുടെ ഇടയിലെ ഒരു വലിയ വ്യക്തി, ഒരു കവിയാണ്, അയാൾ എന്റെ അടുത്ത് പറഞ്ഞു, ഈ പുസ്തകത്തിനകത്ത് ഒന്നുമില്ല, ഇത് മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞു. അതായത് ലോകത്തിലെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മഹത് ഗ്രന്ഥങ്ങളെ പോലെ ഒരു പുസ്തകങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല, ഇനി എഴുതപ്പെടാനും പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം അവരോട് ചോദിച്ചു, ഈ മഹത് ഗ്രന്ഥങ്ങൾ എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത്, ഇന്നും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്? ആർക്കും ഒരു മറുപടി ഇല്ല. ഞാൻ പറഞ്ഞു, ഏത് മഹത് ഗ്രന്ഥങ്ങളിലാണ് യുദ്ധമില്ലാത്തത്? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മഹത് ഗ്രന്ഥങ്ങളാണ്. നല്ല കാര്യങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മഹത് ഗ്രന്ഥങ്ങളാണ് ലോകത്തിൽ ഇത്രയധികം യുദ്ധങ്ങൾ ഉണ്ടാക്കിയത്. മൃഗങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. അപ്പൊ ടീച്ചർ ഒന്ന് പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സ് എവിടെയാണെന്നും
എങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാതെ പഠിച്ചവരാണ് മത നേതാക്കന്മാർ, പൊളിറ്റീഷ്യന്മാർ. ഇവരാണ് ഈ മനുഷ്യരെ കുരങ്ങ് കളിപ്പിക്കുന്നത്. മനസ്സിലായോ? ഈ മനുഷ്യനെ കുരങ്ങ് കളിപ്പിക്കുന്നത് ഈ അഫർമേഷൻസ് കൊച്ചിലെ മുതൽ. അതിനാ ഞാൻ പറഞ്ഞ കാസ്ട്രേറ്റഡ് സൊസൈറ്റി. ഹ്യൂമൻ ബീയിങ്സ് ആർ കാസ്ട്രേറ്റഡ് ബൈ ഐഡിയോളജി. Ideas ruling the world. Ideology ruin or ruling the human being. ഒരു മൃഗങ്ങളും ഡ്രസ് മാറിക്കൊണ്ട് തൊപ്പി തല വെച്ചുകൊണ്ടോ താടി വെച്ചുകൊണ്ടോ കുരിശ് കഴുത്തിലിട്ടോ ഒരു മൃഗങ്ങളും നടക്കുന്നില്ല. മൃഗങ്ങള് വിശന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വേട്ടയാടി പിടിച്ച് തിന്നുന്നല്ലാതെ മൃഗങ്ങളെ ആരും ഇന്ന് വരെ കാസ്ട്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഹ്യൂമൻ ബീങ്സ് ആർ കാസ്ട്രേറ്റഡ് ബൈ ഇസങ്ങള്, ജുദായിസം, ക്രിസ്ത്യാനിസം, കമ്മ്യൂണിസം, ഇപ്പൊ ഡിജിറ്റലിസം. എല്ലാവർക്കും നമുക്ക് സമയം കൊടുക്കണം. അപ്പോ ആയിക്കോട്ടെ, എനിക്കറിയാം. ഞാൻ സംസാരിച്ചു തുടങ്ങി. ചെറുതായിട്ട് എല്ലാവർക്കും സംസാരിക്കാം. എല്ലാവർക്കും ചാൻസ് കൊടുക്കണ്ടേ? They don't like it. Okay. No, it's not like that. എല്ലാവർക്കും ചാൻസ് കൊടുക്കണല്ലോ നമുക്ക്. അതുകൊണ്ട് I am interfering. Thank you so much for your words, sir. And ഇനി അടുത്തത് ആരാണ് മുന്നോട്ട് വരുന്നത്? Time precisely to it. സംസാരിക്കാമോ? Yes, Ausif sir, please. Within the point, മാഡം, ഈ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ ചിന്തകളൊക്കെ നമുക്ക് ഉണ്ടാകും, മനുഷ്യൻ്റെതാണ് ചിന്തകൾ എന്നൊക്കെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിലും മാഡം ഇങ്ങനെ പറഞ്ഞില്ലേ, ചിന്തകൾ നമ്മുടെ സ്വന്തമല്ലേ എന്ന്. നാരായണൻകുട്ടി നമ്മുടെ അളിയനല്ലേ എന്ന് ചോദിക്കണ പോലെയുള്ളൊരു ചോദ്യമായിരിക്കുന്നത്. അത്ര ലാഘവത്തോടുകൂടി ചിന്തകൾ നമ്മുടെ സ്വന്തമാണെന്നുള്ള ഒരു വല്ലാത്തൊരു ഫീല് ആ വാക്കുകളിൽ നിന്ന് കിട്ടി. പിന്നെ രണ്ടാമത് ഒത്തിരി ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, നമ്മുടെ ഈ ടോൺ ഓഫ് സ്പീക്കിംഗ്, അത് നമ്മളിലുണ്ടാക്കുന്ന മനുഷ്യരുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ മാഡം പറഞ്ഞു തന്ന ഒത്തിരി നന്നായി. പിന്നെ ഒരു 4 പോസിറ്റീവ് അഫർമേഷൻ, മേക്ക് ഇറ്റ് എ ഹാബിറ്റ്, വിഷ്വലൈസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇറ്റ് ക്യാൻ മേക്ക് അവർ ഡ്രീംസ് കം ട്രൂ. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി ഹൃദയസ്പൃക്കായി വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Azib sir. Advocate Vincent sir, please. സാറേ അൺമ്യൂട്ട് ചെയ്യണം. സാറേ അൺമ്യൂട്ട് ചെയ്യണം. വിൻസെന്റ് സാർ അൺമ്യൂട്ട് ചെയ്യണം. യെസ്, മെറ്റിൽഡ മാം, ഞാൻ വിൻസെന്റ് ജോസഫ് ആണ്, കുസാറ്റില് ഉണ്ടായിരുന്നായിരുന്നു. ഓർമ്മയ്ക്കുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ട്. നമ്മള് ഓർമ്മയുണ്ട് ഈ മുഖം എന്നുള്ള രീതിയിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് ഓർമ്മയുണ്ട്. യെസ്, അപ്പൊ ഞാന് ഇത് നല്ലൊരു സെഷൻ ആയിരുന്നു, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. എനിക്കുള്ള ഒരു കാര്യം, ഞാനിപ്പോ ഇങ്ങനെ വിചാരിക്കുന്നത്, ഈ മാത്സിന്റെ 3 ഫോർമുല പറഞ്ഞല്ലോ. ഞാൻ മാത്സ് വളരെ വീക്കാണ്. അതിന്റെ കാരണമുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൽ അന്നത്തെ മാത്സ് ടീച്ചർ തല്ലിയ ടീച്ചറിനെ പോലുള്ള ഒരാൾ മാത്സ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് പാസ്. പോട്ടെ, ഭൂതകാലം പോട്ടെ. എനിക്ക് ആ 3ാമത്തെ ഇക്വേഷനിൽ ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു റിസൾട്ട് ബൈ എക്സ്പെക്ടേഷൻ, അത് ഞാനത് മനസ്സിലാക്കിയെടുത്തോളം അത് അക്സെപ്റ്റൻസ് ബൈ എക്സ്പെക്ടേഷൻ. എനിക്ക് മാത്സിന്റെ അത് കൃത്യമായ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും എനിക്ക് അറിഞ്ഞുകൂടാ. അത് അക്സെപ്റ്റൻസ് ബൈ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിന്റെ ആ ഒരു പേഴ്സൺ, അല്ലെ ഈവൻ എംപ്ലോയർ റിലേഷൻഷിപ്പിലായാലും ആ ഒരു ഹാപ്പിനെസ് ഈസ് ഈക്വൽ ടു അക്സെപ്റ്റൻസ് ബൈ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന കാര്യം ഒരു ചോദ്യം. അതെങ്ങനെയായിരിക്കും ടീച്ചർ എന്ന് പറയാം? അതെനിക്ക് അങ്ങനെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്, നമുക്ക് ജീവിതത്തിൽ ഏത് കാര്യത്തിനും ഒരു റിസൾട്ട് കിട്ടുമല്ലോ, റിസൾട്ട് കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് നമ്മുടെ എക്സ്പെക്ടേഷനുമായിട്ട് റിലേഷനുണ്ട്. അക്സെപ്റ്റൻസും എക്സ്പെക്ടേഷനും തമ്മിൽ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വേറെ ഒറ്റ കാര്യം എടുത്തക്കാം. അതായത് നമ്മൾ ശ്രദ്ധിക്കുക, എക്സ്പെക്ടേഷൻ ഹൈ ആയിരിക്കുമല്ലോ. എക്സ്പെക്ടേഷൻ ഹൈ ആയിട്ട് വെച്ചാൽ റിസൾട്ട് ആണല്ലോ. അല്ല, റിസൾട്ട് ആണെന്ന് നിർബന്ധമില്ല. എക്സ്പെക്ടേഷൻസ് കുറയ്ക്കുക, അക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ഹി ഈസ്. അതൊക്കെ ഇന്റർപേഴ്സണൽ റിലേഷൻ. അപ്പൊ ഒരു എക്സ്പെക്ടേഷൻ അല്ലേ അത്? അയാളിൽ നിന്ന് ഞാൻ വലുതായിട്ടൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ അല്ലെങ്കിൽ എന്റെ ആഗ്രഹം അനുസരിച്ച് അയാൾ മാറണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവിടെ, അല്ലേ?
അയാൾ എന്താണോ അതുപോലെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം. എന്റെ എക്സ്പെക്ടേഷൻ ലെവൽ ഞാൻ എന്റെ രീതിയിൽ ഹൈ ആയിട്ട് സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അവിടെ അർത്ഥം. Yes. Thank you very much for the formula. 3 formulas. Thank you very much. ഓക്കെ, താങ്ക് യു വിൻസെന്റ് സർ. ഇനി ആരെങ്കിലും? ഓക്കെ, എൻ്റെ പേര് ജോളി. ഞാൻ ആദ്യമായിട്ടാണ് മാഡത്തിന്റെ ക്ലാസ് കേൾക്കുന്നത്. യൂട്യൂബ് ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കുറച്ച് അലസതയോടുകൂടിയാണ് കേട്ടത്. അതിലെനിക്ക് ഒരു വിഷമമുണ്ട്. ഞാൻ ഉടനെ തന്നെ പുസ്തകമൊക്കെ എടുത്ത് എഴുതി വെക്കാൻ തുടങ്ങി. എനിക്ക് ഇപ്പം ഈ 1 മണിക്കൂർ സെഷൻ ഒന്നും കൂടെ ഇപ്പൊ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഒന്നും കൂടെ കേട്ട് എന്റെ മനസ്സിലേക്ക് അതൊന്ന് എന്താ പറയുക ആവാഹിച്ചെടുക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും അതിനുള്ള സൗകര്യം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബ് ഉണ്ട്, KCTU യൂട്യൂബ് ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ, ശരി. ഒരാഴ്ച കഴിയും. നമ്മുടെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ വിത്തിൻ ഫ്യൂ ഡേയ്സ് അത് ഓൺലൈനിൽ വരും, യൂട്യൂബിൽ വരും. ഓക്കെ, ഞാൻ ഒരാഴ്ച തൽക്കാലത്തേക്ക് മാഡം പറഞ്ഞ പോലെ എന്നെ ഒന്ന് എന്റെ മനസ്സിനോട് പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ ശരിയാക്കിക്കോളാം. മറ്റേ ഈ പറഞ്ഞ റെക്കോർഡ് ഞാൻ ഒന്നും കൂടെ കേട്ടോളാം. ഓക്കെ, രഞ്ജിത മാഡം. ഓക്കെ, താങ്ക് യു. യെസ് സുനിൽ സർ. താങ്ക് യു ജോളി മാം. സുനിൽ സർ പ്ലീസ്. ഓക്കെ, താങ്ക് യു രഞ്ജിത മാഡം. എൻ്റെ പേര് സുനിൽ കുമാർ എന്നാണ്. ഞാനിപ്പോൾ ഒറീസയിൽ ഇരിക്കുന്നു. പോസ്റ്റ് കമ്മ്യൂണിറ്റി ഭാഗമായിട്ട് രാവിലത്തെ സെഷനിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് ട്രെയിനിങ് കേട്ടിട്ടുണ്ട്, പങ്കെടുക്കാറുണ്ട്. മൈൻഡ് പവറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ ട്രെയിനിങ് കണ്ടിട്ടുണ്ട്. ലൈഫ് സ്കില്ലിനെ കുറിച്ചും ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ആസ് എ മാത്തമാറ്റിക്സ് ടീച്ചർ ഞാൻ പിന്നീട് മനസ്സിലായത്, അവസാനം ഫോർമുല പറഞ്ഞോളം മനസ്സിലായത്, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഈ മൈൻഡ് സ്കില്ലും മൈൻഡ് പവറും ലൈഫ് സ്കില്ലും ഇന്റഗ്രേറ്റ് ചെയ്തൊരു സെഷനായിരുന്നു. അതിഗംഭീരം. ഹാറ്റ്സ് ഓഫ്. മാഡത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തുടക്കം കേട്ടില്ല. ഞാൻ യാദൃശ്ചികമായിട്ട് നമ്മുടെ ടോട്സിന്റെ ഫോളോ അപ്പിൽ കയറിയപ്പോൾ സതീഷ് സാറാ പറഞ്ഞത് ഇങ്ങനൊരു സെഷൻ ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചാടി കയറിയതാണ്. താങ്ക്സ് ടു സതീഷ് സാർ. കാരണം വളരെ ഗംഭീര ഒരു സെഷൻ. നമ്മുടെ മാഡത്തിന്റെ എക്സ്പീരിയൻസും ആ മാത്തമാറ്റിക്കൽ ഓറിയന്റേഷനും ഇതെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് വന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അതായത് നെഗറ്റീവ് തിങ്കിങ് ഈസ് ആൾവേസ് എ കംഫർട്ട് സോൺ, ബ്രെയിൻ ഈസ് ആൾവേസ് എ കംഫർട്ട് സോൺ. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് 90% അല്ലെങ്കിൽ 80% നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു ഒരു സാർവത്രികമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അറിവുണ്ടല്ലോ. അതിനെപ്പറ്റി പറഞ്ഞു. ആൻഡ് പ്രോഗ്രസ് ഈസ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. വളരെ നല്ല പോയിന്റ്സ് ആണ് മാഡം പറഞ്ഞത്. അപ്പൊ ആ ജോൺ വിഡ്ഢിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന്റെ ആ ഇന്റർപ്രിട്ടേഷൻസ് പോലും അതിഗംഭീരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ റീഡയറക്റ്റ് അവർ തോട്ട്സ് ആൻഡ് തോട്ട് പ്രോസസ്, അതിനെ പറ്റി നന്നായിരുന്നു. പിന്നെ ആ 3 ഫോർമുല വിൽസൺ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ, ഞാനും ഒരു എഞ്ചിനീയർ ആണ് ബേസിക്കലി, അതുകൊണ്ട് മാത്തമാറ്റിക്സിനോട് ചെറിയൊരു ഓറിയന്റേഷൻ ഉണ്ട്. പക്ഷെ E+R=O അതും ഗംഭീരമായിരുന്നു. പിന്നെ എബിലിറ്റി ഇൻറ്റു മോട്ടിവേഷൻ ആണ് നമ്മുടെ പെർഫോമൻസ്. അതും ഏതെങ്കിലും ഒന്ന്, എബിലിറ്റി 0 ആവില്ല, മോട്ടിവേഷൻ 0 ആകാം, ഇൻഫിനിറ്റി ആകാം. അതിന് ഒരു ഇന്റർപ്രിട്ടേഷൻ നന്നായിരുന്നു. പിന്നെ വിൻസൻ സാർ പറഞ്ഞതിന്റെ മറുപടി ജോസഫ് സാർ പറഞ്ഞതാണ് എനിക്കുള്ളത്. അക്സെപ്റ്റൻസ് ഈസ് എ റിസൾട്ട്. ഇപ്പൊ നമ്മള് 30 മാർക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു തോക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന മനസ്സില്ല ഒരാള് 40 കിട്ടിയിട്ട് തോറ്റാൽ പോലും 30 വിചാരിച്ച് 40 കിട്ടിയല്ലോ എന്ന് ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എല്ലാം നമ്മുടെ മനസ്സിന്റെ കളികളാണ്. അതിഗംഭീരം സെഷൻ. താങ്ക് യു. ഈ ഒരു സെഷനിൽ ആദ്യമാണ് ഞാൻ കയറുന്നത്. ഇതിനകത്തൊരു മെമ്പർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും ശരി, എല്ലാവരും നമുക്ക് അറിയുന്ന ആളാണ്. ജോസഫ് സാറാണെങ്കിൽ ശരി, പോൾ സാറാണെങ്കിൽ ശരി, രഞ്ജിത മാഡമാണെങ്കിൽ ശരി, അതിഗംഭീരം. എന്തായാലും ശരി, മേരി മെറ്റലുള്ള മാഡത്തിനെ പരിചയപ്പെടാനും ഒരു സെഷൻ കേൾക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. രഞ്ജിത മാഡം നമ്മൾ നേരത്തെ പരിചയമുണ്ട്, അതുകൊണ്ട് താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സുനിൽ സർ. കീപ് കമ്മിങ്. എല്ലാ ബൈമന്ത്ലി ആണ് നമ്മുടെ ഉറവ് പ്രോഗ്രാം. നല്ല നല്ല ക്ലാസ്സസ് ആണ് എപ്പോഴും വെക്കാറ് ജോസഫ് സാറും ടീമും. അപ്പോ സ്ഥിരം വരിക. വീക്ക്ലി ആക്കി? വീക്കിലി ആണല്ലോ, ബൈ വീക്കിലി. So good evening. This is Colonel Radha. Can you hear me? Yes, Radha ma'am. ഓക്കെ, ഞാൻ ഫസ്റ്റ്ലി മാഡത്തിനോട് വളരെയധികം താങ്ക്സ് ഉണ്ട്. മാഡം ആക്ച്വലി ഞാനൊരു കൗൺസിലറിന്റെ ഇതിലാണ്, പാർ എക്സലൻസ് പറഞ്ഞ ഒരു കൗൺസിലിംഗ് സെന്ററിലാണ്. പക്ഷെ ഇന്ന് മാഡം പറഞ്ഞു തന്ന കുറേ
മാഡം ആ പറഞ്ഞ ലാസ്റ്റിലെ ലൈഫ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ടോക്ക്, അത് ആ 4 ഇത് പറയുന്നത് തന്നെ നമ്മളെ ഭയങ്കരമായ രീതിയിൽ ചേഞ്ച് ആക്കാൻ സാധിക്കുന്നതാണ്. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. I was thinking that whether I should go for this course or not. Tomorrow is the last day for it. I'll go for the classes and surely I'll pick up more and more from there. And keep studying, keep doing the work. So ma'am has given me a really interest to keep studying the things and come up. Each day you are getting many things in that. There's a book, Rhonda Benn's book is there. അതിൽ വളരെയധികം പറയുന്നുണ്ട് നമ്മുടെ അഫർമേഷനെ കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാണ് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതിലൂടെ വൺ മോർ തിങ് എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയത്, നമ്മളൊരു ഫോർഗീവ്നെസ് പ്രെയർ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. Thank you, ma'am. Thank you so much. It was a great pleasure that I was able to stand with you and be here to listen the things. So grateful. Thanks to Rao. I am always there with you all every time. Even though I am from Trivandrum, but still I am with Kochi. Thank you so much. Thank you, ma'am. അപ്പൊ റിസൾട്ട്സ് ഒക്കെ വേഗം കാണുന്നുണ്ട് മേരി മാം അല്ലേ? വളരെ സന്തോഷമായി തോന്നുന്ന ഒരു നിമിഷമായി എനിക്കും ഫീൽ ചെയ്യുന്നു. ഇനി ആരെങ്കിലും മുന്നോട്ട് വരാനുണ്ടോ? ആലിസ് മാം കൂടി. ആലിസ് മാം, ഞാൻ അറിയുന്ന ട്രിവാൻഡ്രത്ത് നിന്നാണോ? ആലിസ് മാം കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ കാനഡയിൽ നിന്നാണ്. ഞാൻ എറണാകുളത്താണ് എന്റെ ബേസ്. ഞാൻ ഇപ്പൊ കാനഡയിലാണ്. അപ്പം ഈ സെഷനിൽ വരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇറ്റ് വാസ് അമേസിങ്. ഞാനൊരു മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. അപ്പം മാം ഈ മാത്തമാറ്റിക്സിനെ കുറിച്ച് അത് ഇന്റഗ്രേറ്റ് ചെയ്തത് വണ്ടർഫുൾ എന്ന് പറഞ്ഞ വണ്ടർഫുൾ. ഇതെനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും ഉറവിന്റെ സെഷനിൽ കയറാറുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അപ്പം ഇതെനിക്ക് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം കൊണ്ട് അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ. ഇനി ഞാൻ ഇതിവിടെ ഇതായതുകൊണ്ട്, സ്റ്റോം ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാണ്ടിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാനിപ്പോ ജോലി സ്ഥലം എനിക്കിത് മിസ്സായാണ്. അപ്പൊ സ്റ്റോമിനും ഒരു നന്ദി. സോ താങ്ക് യു. താങ്ക് യു ആലിസ് മാം. ആലിസ് മാം കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് ഇന്ന് സംസാരിച്ചത് നമ്മളോട്. അപ്പൊ അതിനും താങ്ക് യു സോ മച്ച്. ഇനി ആരുമില്ല എന്ന് കരുതുന്നു. വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കാം. വോട്ട് ഓഫ് താങ്ക്സ് സൈജു പറയുന്നു. ഓക്കെ, വോട്ട് ഓഫ് താങ്ക്സിനായി സൈജു സാറിനെ വിളിക്കുന്നു. സൈജു സർ. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാനല്ലേ? യാ സർ. ഓക്കെ, നമുക്ക് 74ാമത്തെ ഈ ഉറവിന്റെ ഈ ദിനം അനർത്ഥമാക്കിയ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മുടെ മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽ എന്നുള്ള ബെസിൽഡ മാഡത്തിന്റെ ക്ലാസ്. ഇതെല്ലാവരുടെയും പങ്കാളിത്തവും കൊണ്ടും എല്ലാവരുടെയും പുഞ്ചിരിക്കുന്ന മുഖവും എല്ലാവരുടെ പ്രതികരണവും കൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ മാഡത്തിന്റെ ഈ ഒരു ക്ലാസ്സിന് എല്ലാവരുടെയും പേരിൽ, KCTUവിന്റെ പേരിലും മാഡത്തിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. ഇതിന് പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് PV ജോസഫ് സാറ്, നമ്മുടെ പോൾ പടയാട്ടി സാറ്, മറ്റ് അംഗങ്ങള്, MK പ്രസാദ് സാറ്, അവരുടെ എല്ലാവരുടെയും അക്ഷീണമായ പ്രയത്നവും കഠിനമായ പുറകിലുള്ള ഒരുപാട് പ്രയത്നങ്ങളുമാണ് ഈ 75 എപ്പിസോഡുകൾ ഇവിടെ കൊണ്ടാടിയത്. അപ്പോ നമുക്ക് ഓരോ അംഗങ്ങളോടും നന്ദി പറയുകയാണ്. നമ്മള് ഓരോ വ്യക്തികളെയും പേരെടുത്ത് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇന്ന് ആശംസ അർപ്പിച്ച നമ്മുടെ ജയപ്രകാശ് സാറുണ്ട്. സാറ് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാറ് ഈ വൈകിയ വേളയിലും സാറെത്തി നമുക്ക് വേണ്ടി ആശംസ അർപ്പിച്ചു. നമുക്ക് ഉദ്ഘാടനം ചെയ്ത അരുൺ ജോസ് സാറുണ്ട്. സാറ് JCIയുടെ സോൺ പ്രസിഡന്റ് ആണ്. സാറിന്റെ KCTUവിന്റെ പേരില് എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ അബൂബക്കർ സാറുണ്ട്, നമ്മുടെ പ്രസിഡന്റ് ബെഞ്ചമിൻ ഈശ്വർ സാറുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദിയുടെ ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ MC ആയിട്ട് ഇന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ രഞ്ജിത മാഡമാണ്. മാഡം വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ നമ്മള് ഓരോ വ്യക്തികൾക്കും നമ്മളിവിടെ ഇന്ന് പങ്കെടുത്ത ഓരോ വ്യക്തികളും ഓരോ നിലകളിൽ പ്രശസ്തരാണ്. അവർ ഇത്രയും സമയം ചെലവാക്കി
ഇവിടുന്ന് നമ്മുടെ KCTT-നോടുള്ള അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് 75ാമത്തെ ഉറവിന്റെ ഇതിൽ പങ്കെടുത്തു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതിന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സൈജു സർ. ജോസഫ് സർ നമ്പർ ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും നമ്പർ ചോദിച്ചിട്ടുണ്ട് മാമിന്റെ. ഞാൻ എല്ലാ മാസവും ഈ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് 8 ദിവസം. അപ്പോ എന്റെ വാട്സപ്പ് നമ്പർ 9388 05198 9388 അതിലെ കോമ്പയറിംഗ് അതിഗംഭീരമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ജോസഫിന്റെ ലീഡർഷിപ്പ് സ്കിൽസും ഇതൊരു ഭയങ്കര സംഭവം ഉണ്ടാവും. ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ഇത്രയും സെഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് എനിക്കും വളരെ സന്തോഷമായി. മാമിന്റെ ഈ സെഷനിൽ കൂടെ നിൽക്കാൻ കഴിഞ്ഞതിൽ. ഞാനും ഒരു മഹാരാജാസ് വിദ്യാർത്ഥിനിയാണ്. 2000 പാസ് ഔട്ട്. അപ്പോ ആ ഒരു കലാലയ സ്നേഹം മഹാരാജാസ് പറയുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഫിസിക്സ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം ടീച്ചറെ ഫോർ ബീയിങ് വിത്ത് us. 75th വെബിനാർ ഗ്രാൻഡ് ആക്കി നന്ദി. കാട്ടില്ല. ജോസഫിന്റെ ലീഡർഷിപ്പ് സ്കിൽസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇത്രയും വലിയ 3 എപ്പിസോഡ്സ് ഇങ്ങനെ. ദാറ്റ് ഈസ് റിയലി ഗ്രേറ്റ്. എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് അത് ഓൺലൈൻ സംഭവം ഇങ്ങനെ കൊണ്ടുപോകണ്ടേ. മാഡത്തിന്റെ യൂട്യൂബ് ചാനലിൽ സ്റ്റേ ഇൻസ്പയർഡ് എന്നല്ലേ? എന്റെ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് മേരി മെറ്റിൽഡ എന്നാണ് ശരിക്കും ചാനലിന്റെ ശരിക്കുള്ള പേര്. മേരി മെറ്റിൽഡ MARYMATILDA. പിന്നെ ഞാൻ സ്റ്റേ ഇൻസ്പയർഡ് എന്ന് പറഞ്ഞ സ്റ്റേ ഇൻസ്പയർഡ് സീരീസ്. ഓക്കെ, താങ്ക് യു. Good night to all of you. Good night. Good night. എല്ലാവർക്കും നന്ദി. താങ്ക് യു.